Yes, welcome to TRP. Premier League is here. Episode number 3. Our final Premier League എന്താ പറയാ പ്രീമിയർ ലീഗ് ഇസ് ഹിയർ എപ്പിസോഡാണ്. മറ്റന്നാളല്ല, നാളെ രാത്രി തൊട്ട് ലീഗ് തുടങ്ങുകയാണ്. ഒരുപാട് നാളായി എന്ന് തോന്നുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ പെട്ടെന്നായല്ലോ എന്നും തോന്നുന്നു. കാരണം ഞങ്ങള് ഈ ഓഗസ്റ്റ് മൊത്തം പ്രീമിയർ ലീഗ് ഷോസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ചെയ്തു. എന്നാലും ഒന്ന് ഒന്ന് അല്ലെ, വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ പോലെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്നാലും താങ്ക് യു ഫോർ യുവർ വ്യൂവർഷിപ്പ്. ഞങ്ങളുടെ സബ്സ്ക്രൈബർ കൗണ്ടും നമ്മുടെ വ്യൂയിങ് കൗണ്ടൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. വി ഹാഡ് വെരി വെരി സ്പെഷ്യൽ ഗെസ്റ്റ്സ് ആൻഡ് വി വിൽ ഹാവ് മോർ സ്പെഷ്യൽ ഗെസ്റ്റ് ഇൻ സെപ്റ്റംബർ and throughout the season. So thank you so much for subscribing. Thank you so much for following. സബ്സ്ക്രൈബ് ചെയ്യാൻ്റെ വീഡിയോ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ബെല്ലൈക്കനൊക്കെ ഞെക്കൂ. ചെയ്യേണ്ടതൊക്കെ ചെയ്യൂ. ത്രൂ ഔട്ട് ദ സീസൺ വേൾഡ് കപ്പിൽ നിങ്ങളോടൊപ്പം കൈകോർത്ത് ഞങ്ങൾ ഉണ്ടായ പോലെ ഈ സീസൺ ത്രൂ ഔട്ട് ലിവർപൂളിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ ക്ലബിലെ ഫാൻസും ഞങ്ങളുടെ പേജിൽ വരുന്നതായിരിക്കും, നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ വി വിൽ സ്റ്റാർട്ട് അവർ എപ്പിസോഡ്. പ്രീമിയർ ലീഗ് ഇസ് ഹിയർ. ഇന്നത്തെ ടോപ്പിക് ഇസ് റെലഗേഷൻ, സർപ്രൈസ് ടീം ആൻഡ് ന്യൂ സ്റ്റാർസ്. ഒരുപാട് നാളിന് ശേഷം സുദീപ് ലേശം ട്രാൻസ്ഫർ വിൻഡോവുമായി തിരക്കിലായിരുന്നു. ഇപ്പൊ ഏകദേശം ചർച്ചകളൊക്കെ കഴിഞ്ഞു. സുദീപ് തിരിച്ചെത്തിയിട്ടുണ്ട്. സ്വരൂപ് ഉണ്ട്, ഓബിൻ ഉണ്ട്. റെലഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂലി പ്രൊമോട്ടഡ് ടീംസിൽ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അതില് ഓൾറെഡി നമ്മള് മിത്രനും ഞാനും സ്വരൂപും ഓബിനും 2 ടീം ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇപ്സ്വിച്ച്, ഒന്ന് ഹള്ള്. ഇനി മൂന്നാമത്തെ ടീം ആരായിരിക്കും പോകുന്നത് എന്നുള്ള ചർച്ചയാണ് ശരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റെലഗേറ്റ് ആയി പോകുന്ന ടീം മാത്രമല്ല, ആരൊക്കെയായിരിക്കും ആ ഒരു റെലഗേഷൻ ബാറ്റിൽ ബോട്ടം ഹാഫ് ഓഫ് ദ ടേബിളിൽ 14 തൊട്ട് 17, 18 വരെ, 19 വരെ ആരൊക്കെ ആയിരിക്കും എന്നുള്ള ചർച്ച കൂടിയാണ്. കഴിഞ്ഞ സീസൺ അതെ, കഴിഞ്ഞ സീസൺ അതേ പറഞ്ഞ ആരെങ്കിലും സ്പേഴ്സ് അതിനകത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. സോ അങ്ങനെ സർപ്രൈസ് ആയിട്ട് റെലഗേറ്റ് ആവാനോ അല്ലെങ്കിൽ ആ ഒരു മഡ് ഫൈറ്റിൽ ഭാഗമാവാൻ സാധ്യതയുള്ള ടീം ഉണ്ടോ എന്നാണ് അന്വേഷണം. നമുക്ക് ആദ്യം തന്നെ സ്വരൂപിലേക്ക് പോവാം. കാരണം സ്വരൂപിന്റെ പ്രഡിക്ഷൻ ഒരുപാട് പേർക്ക് കോൾമയർ കൊള്ളിച്ചിട്ട് അറിയുന്നത്. ബ്രെഡ്ഫോർഡ് ഫാൻസ് നമ്മുടെ പേജിൽ വന്നിട്ട് ഒരുപാട് ഞങ്ങളുടെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, സ്വരൂപിനെ ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ സ്വരൂപെ, എന്താണ്, വാട്ട് ഡു യു തിങ്ക് റെലഗേഷൻ ബാറ്റിൽ അല്ലെങ്കിൽ റെലഗേഷനിലേക്ക് പോകുവാൻ ആര് റെലഗേറ്റ് ആവുന്നത് ലാസ്റ്റ് പറയാം. ബാറ്റിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ തവണത്തെ ഒരു 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 പോയിന്റ് നില വായിക്കാം, താഴെ തൊട്ട് മുകളിലോട്ട്, എന്നിട്ട് നമുക്ക് ചർച്ച തുടങ്ങാം. വോൾവ്സ് 20 പോയിന്റ്, ബേൺലി 22 പോയിന്റ്, വെസ്റ്റ് ഹാം 39 പോയിന്റ്, സ്പേഴ്സ് 41 പോയിന്റ്, നോട്ടിംഗം ഫോറസ്റ്റ് 44 പോയിന്റ്, ക്രിസ്റ്റൽ പാലസ് 45 പോയിന്റ്, ലീഡ്സ് 47 പോയിന്റ്, എവർട്ടൺ 49, ന്യൂകാസിൽ 49, ഫുൾഹാം 52, ചെൽസി 52. ബാക്കിയുള്ളവർ നമുക്ക് പറയുന്നത് മോശമാണ്. സോ ബ്രെൻഫോർഡ് 53, ബ്രൈറ്റൺ 53. യെസ്, എന്താണ് ഇതില് ഒരുപാട് എന്റെ പ്രൊഡിക്ഷനിൽ ഒരുപാട് സർപ്രൈസസ് നിങ്ങൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഉണ്ടാവും സർപ്രൈസസ് ഉണ്ട്. പലരും ചിലപ്പോ പ്രൊഡിക്ട് ചെയ്ത് മീൻസ് ഞാൻ സർപ്രൈസസ് എന്ന് പറയുന്നുണ്ടെങ്കിലും പലർക്കും ചിലപ്പോ അതിനോട് യോജിപ്പ് ഉണ്ടാവാം. അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ട്. പേരെടുത്ത് പറയണോ എന്നുള്ളത് അത് പതുക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ഓരോ ടീമായിട്ട് പറഞ്ഞു പോകുമ്പോ വരും. സർപ്രൈസസ് ഏറ്റവും അവസാനല്ലേ പറയണ്ടേ? അതെ, എന്തായാലും ഓബിൻ, ഭയങ്കര ക്ലോസ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ റെലഗേഷൻ ബാറ്റിൽ. അതായത് 39 പോയിന്റ് തൊട്ട് 49 പോയിന്റ് വരെ, 12ാം സ്ഥാനം തൊട്ട് 18ാം സ്ഥാനം വരെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 4 വീക്സ് ഓഫ് ലീഗ് മെയ് വരെ ആർക്കും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അതുപോലെ ആയിരിക്കും ഇത്തവണ. സാധ്യതയുണ്ട്. സോ ഹൾ സിറ്റി പ്രോബബ്ലി താഴെ ആയിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഹൾ സിറ്റി എന്തായാലും താഴെ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നുള്ളത്.
ഇപ്സ്വിച്ച് മുതൽ മേലോട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു ക്ലോസ് ഫൈറ്റ് ആയിരിക്കണം. കോവൻട്രീൻ്റെ ഒക്കെ സ്റ്റാർട്ട് നല്ല സ്റ്റാർട്ട് ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി ഒന്ന് അറ്റാക്കിങ് ആ ഒരു മോൾഡിൽ കളിക്കുന്നതാണ്. അപ്പം അവർക്കൊരു നല്ലൊരു സ്റ്റാർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം തന്നെ കുറേ പോയിന്റ്സ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യാം. അപ്പം ഇവൻച്വലി ഒരു ഡ്രോപ്പ് വരുമ്പോൾ പോലും അവർക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു പോയിന്റ്സ് കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കോവൻട്രീൻ്റെ ഫസ്റ്റ് ഗെയിം ആർസണൽ, മൂന്നാമത്തെ ഗെയിം സിറ്റി എങ്ങാനാണ്. അതെന്തായാലും തോൽക്കും എന്നുള്ള പ്രതീക്ഷ ഒരു ഇതിലായിരിക്കും അവരുമുള്ളത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ലൊരു സ്റ്റാർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്നാമത് 22-25 വർഷത്തിന് ശേഷം വരുന്നതല്ലേ, ഫാൻസിനും ഈവൻ പ്ലേയേഴ്സിനും ഞങ്ങൾ ഇപ്പോൾ ഈവൻ ആർസണൽ മാച്ച് ആണെന്നുണ്ടെങ്കിൽ പോലും ഓൺ പേപ്പർ ആർസണൽ ജയിക്കുമെന്ന് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന 4 ആളടക്കം എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ആർസണൽ ജയിക്കും എന്നുള്ളതാണ്. പക്ഷെ അവർക്ക് ഉണ്ടാവുമല്ലോ 25 വർഷത്തിന് ശേഷം ഞങ്ങൾ വരുന്ന ആദ്യത്തെ ഗെയിം, അവേ ഫാൻസ് ആയാലും വളരെ ചുരുക്കം നമ്പർ ആയാൽ പോലും ഒരു ബസ് ഉണ്ടാവും. അപ്പം അവിടെ നിന്ന് അവർക്കൊരു ഡ്രോ കിട്ടിയാൽ പോലും കഴിഞ്ഞ വർഷത്തെ സണ്ടർലാൻഡ് വന്ന് കളിച്ച ആ മൊമെന്റം അവർക്ക് കിട്ടും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഐ സ്റ്റിൽ ഫീൽ കോവൻട്രി ആയാലും ഇപ്സ്വിച്ച് ആയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹൾ സിറ്റിയിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. സോ ഒരു 16-19 പ്രോബബ്ലി ഒരു 5 പോയിന്റ് ഡിഫറൻസ് 6 പോയിന്റ് ഡിഫറൻസിൽ എൻഡ് ചെയ്യാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. ഏതൊക്കെ ടീം എന്നുള്ളത് നമുക്ക് വഴി ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഐ സ്റ്റിൽ തിങ്ക് ഒരു 5-6 പോയിന്റിന്റെ ഗ്യാപ്പിൽ ഒരു 4-5 ടീം ഉണ്ടാവും. എന്നാണ് സുദീപ് കഴിഞ്ഞ തവണ ചാമ്പ്യൻഷിപ്പിൽ ഒരുപാട് ഫോളോ ചെയ്താണ്. റെക്സാം വരും എന്നൊക്കെ അവസാന ദിവസം വരെ കാത്തിരുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അത് നടന്നില്ല. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ റെലഗേഷൻ ബാറ്റിൽ? ഇത്തവണ കഴിഞ്ഞവണത്തെ പോലെ ഞാൻ വിചാരിക്കും കഴിഞ്ഞവണത്തെ പോലെ ഒരു ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു കാര്യം. നിങ്ങളിപ്പോ ഇപ്സ്വിച്ചിന്റെ കാര്യം പറഞ്ഞെങ്കിലും ഇപ്സ്വിച്ച് മാത്രമായിരിക്കും കുറച്ചൊന്ന് സർപ്രൈസ് ചെയ്യിക്കാൻ സാധ്യത. എനിക്ക് തോന്നില്ല കോവൻട്രിക്ക് അത് പറ്റുന്നുള്ളത്. കാര്യം അവരുടെ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും ഹൈ സ്കോറിംഗ് ആയിട്ട് ഫസ്റ്റ് ഒക്കെ ആയിട്ട് ജയിച്ച ടീമാണ്. നല്ല ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, അവരങ്ങനെ ക്വാളിഫൈ ചെയ്തതാണ്. എന്നാലും ലാംപാർഡ് പ്രീമിയർ ലീഗിൽ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല കോവൻട്രി അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിന് സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ അങ്ങനെയുള്ള സൈനിങ്സോ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് പിന്നെ തോന്നുക ഇപ്സ്വിച്ച് ആണ്. ഇപ്സ്വിച്ച് എല്ലാവരും 19th ഒക്കെ ഫിനിഷ് ചെയ്യുന്ന പറഞ്ഞെങ്കിലും അവര് ചിലപ്പോ സർപ്രൈസ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണും. ഒന്നാമത് അവരുടെ മാനേജർ ഒന്നിയില് അത്യാവശ്യം നന്നായിട്ട് പ്രീമിയർ ലീഗിൽ ചെയ്തിട്ടില്ല. ആള് റെലിഗേഷൻ ഫൈറ്റിലൊന്നും അങ്ങനെ ചെന്ന് പെട്ടിട്ടില്ല എന്ന് പറയാം. 14th 13th അങ്ങനെയൊക്കെ ബോൺമത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ ഇറയോള വന്ന കാരണം ആള് മാറേണ്ടി വന്നു എന്നേ ഉള്ളൂ. മാത്രമല്ല സ്ട്രാസ്ബർഗിൽ പോയിട്ട് അവിടെയും നന്നായിട്ട് ചെയ്തു. അങ്ങനെ അത്യാവശ്യം കാലിബറുള്ള മാനേജറാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് കളിക്കാൻ പറ്റും. അത് മാത്രമല്ല കോമ്പാക്ട് ആയിട്ട് ഡിഫെൻസീവ് ആയിട്ട് കളിക്കാൻ പറ്റും ഇപ്സ്വിച്ചിന്. അതിൽ അവര് നല്ല സൈനിങ്സ് ചെയ്തിട്ടുണ്ട്. ഈ മയേഡ നമ്മൾ അടുത്ത സെഷനിൽ പറയാനുള്ള പേരുകളൊന്നാണ് മയേഡ, ജാപ്പനീസ് പ്ലെയർ. ആള് പ്രസ്സിങ്ങിന്റെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ പ്രീമിയർ ലീഗ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയധികം നന്നായിട്ട് പ്രസ് ചെയ്യുന്ന പ്ലെയേഴ്സ് വേറെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വരും. അങ്ങനെയുള്ള ഒരു ഒന്നിൽ പറ്റുന്ന ഒരു ടീം ഇപ്സ്വിച്ചിനുണ്ട്. ചില ടീമുകളെ ഇപ്സ്വിച്ചിന് തോൽപ്പിക്കാൻ പറ്റും തവണ. പിന്നെ നമുക്ക് കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ടീമുകളും നമ്മളിപ്പോ മിഡ് ടേബിളിൽ ഫിനിഷ് ചെയ്ത പല ടീമുകളും വീക്കായിട്ടുണ്ടെന്ന് കാണാം. ഒന്ന് അതില് ബോൺമത്ത് ആണ്. ബോൺമത്ത് ഇറയോളയുടെ ഒരു ഇൻഫ്ലുവൻസിലാണ് അവർ കളിച്ചു വന്നത്. ആ പ്ലേയേഴ്സിന് ഇറയോള അല്ലാണ്ട് വേറൊരു ടൈപ്പ് ഒരു മാനേജർ വന്നാൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം അവർക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്, റയാൻ ഉണ്ട്, ക്ലൈവേർട്ട് ഉണ്ട്, ഒക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ മിക്കവാറും പ്ലേയേഴ്സ് ഒക്കെ അവരുടെ കാലിബറിന് മുകളിലേക്ക് പെർഫോം ചെയ്തതാണ് ബോൺമത്തിന് വേണ്ടി. അത് പിന്നെ അവർക്ക് മറ്റു കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും പറയാൻ പറ്റില്ല. ബോൺമത്തിന് അത് ഒരു പിന്നെ ഫുള്ളാം സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുള്ളാമിന് ഹാരി വിൽസൺ പോയി എന്നുള്ളത് അറിയാം. ഒരു മറ്റേ ഈമിനസ് പോയി, വേറെ സ്ട്രൈക്കർ വന്നിട്ടുണ്ട് അവർക്ക്, അത് അൺപ്രൂവൺ ആണ്. ആർബലോവ റയൽ മാഡ്രിഡിന് വേണ്ടി കുറച്ച് കളി മാനേജ് ചെയ്തിട്ടുണ്ടെന്നല്ല, അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെയുള്ള പ്രീമിയർ ലീഗിൽ വന്ന് എങ്ങനെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതും പറയാൻ പറ്റും. അപ്പൊ ഫുള്ളാമും ചിലപ്പോ ഈ റെലിഗേഷൻ ബാറ്റിൽ അതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് റെലിഗേറ്റ് ആവുന്നില്ല, പക്ഷെ
അതിലേക്ക് വരാൻ ചാൻസ് ഉള്ള ടീമുകളിൽ ഒന്നാണ്. പിന്നെ ന്യൂകാസിൽ എങ്ങനെയുള്ളത്, ന്യൂകാസിൽ കഴിഞ്ഞ തവണ റെലിഗേഷന്റെ അതിൽ വന്നതാണ്. നമുക്കറിയാം മാനേജർ മാറി, ഒരുപാട് അവരുടെ സ്റ്റാർട്ടിങ് പ്ലേയേഴ്സ് കുറെ പേര് മാറി, പുതിയ യങ് പ്ലേയേഴ്സ് വരുന്നു, യങ് മാനേജർ വരുന്നു. അവരും ചിലപ്പോ ഈ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് പറ്റുമെന്നറിയില്ല. കാരണം അത്രയും നല്ല പ്ലേയേഴ്സ് അവർ പോയിട്ടുണ്ട്. ഗോർഡൻ പോയി, റെമിറസ് പോയി, ടൊണാലി പോയി. അപ്പൊ അങ്ങനെ ഇനിയും പലരും പോകുന്നതായിരുന്നു. റിച്ചാർലിസനൊക്കെ സോറി റിച്ചാർലിസൺ അവിടെയല്ല, അവരുടെ മറ്റേ വിസയൊക്കെ വന്നിട്ടുണ്ട്. വിസ വന്നു, പക്ഷെ ന്യൂകാസിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അവരുടെ മിഡ്ഫീൽഡൊക്കെ ആകെ പോയി. മിഡ്ഫീൽഡിലുള്ള കളിയൊക്കെ പ്രശ്നമാണ്. ഇഞ്ചുറീസിന്റെ പ്രശ്നങ്ങൾ അവരെ ബാധിക്കാൻ ചാൻസ്. അപ്പൊ അവരും ചിലപ്പോ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ സീസണിലെ പോലെ റിലഗേഷൻ പ്ലേസിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ലീഡ്സ് ഒക്കെ കയറിപ്പോയിട്ടോ. ലീഡ്സ് ഇത്തവണ നന്നായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് തോൽക്കും ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ. അപ്പൊ എനിക്ക് എന്റെ പേരുകളും ഫുള്ളാമും ന്യൂകാസിലും ചിലപ്പോ ബോൺമത്തും, അതാണ് എന്റെ കണക്കിൽ വരുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോ കഴിഞ്ഞ തവണത്തെ ടേബിൾ വെച്ച് നോക്കുമ്പോ സ്പേഴ്സ്, നോട്ടിംഗം ഫോറസ്റ്റ്, പാലസ്, ലീഡ്സ്, എവർട്ടൺ, ന്യൂകാസിൽ, ഈ 4 ടീമുകളാണ് ശരിക്കും ഇതിന് ഏറ്റവും ചേർന്ന് നിന്നത് വെസ്റ്റ് ഹാമിന്റെ കൂടെ. എന്റെ ഒരു പ്രഡിക്ഷൻ അല്ല, എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ലീഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ അത്ര ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആർസണൽ കഴിഞ്ഞിട്ട് ടോപ്പ് 4-ൽ കളിക്കുന്ന ടീമുകൾ ഏകദേശം ഒരേ നിലവാരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആർസണൽ, മാൻ സിറ്റി, യുണൈറ്റഡ്, ലിവർപൂൾ, ആസ്റ്റൺ വില്ല, സ്പേഴ്സ്, ഈ 6 ചെൽസി, ഈ 7 ടീമുകളെ നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് സ്പേഴ്സ് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു അധപതനത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഡിസർബിയാണ് അവർക്ക്. സ്പേഴ്സിന്റെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ആ ഈഗോർ ടുഡോറിനെ സൈൻ ചെയ്ത ഒരു 5 മാസമാണ് നഷ്ടം. 5 മാസമല്ല, 3 മാസം നഷ്ടപ്പെട്ടു. കാരണം എല്ലാ കളിയും തോറ്റു. സോ അങ്ങനെ ഒരു അധോഗതി ഇത്തവണ എന്തായാലും ഉണ്ടാവില്ല. സോ നമുക്ക് സ്പേഴ്സിനെ അതിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെയെങ്കിൽ ആർസണൽ, സിറ്റി, യുണൈറ്റഡ്, ലിവർപൂൾ, ചെൽസി, സ്പേഴ്സ് 7 ടീം അതിൽ നിന്ന് മാറി. ആസ്റ്റൺ വില്ലയെ നമുക്ക് അതിനകത്ത് നിന്ന് ഒഴിവാക്കാം. സോ 8 ടീമായി. അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാരും ഒഴിവാക്കാനൊന്നും പറ്റുന്നില്ല. ഏതാടാ അങ്ങനെ എല്ലാരും ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും ഒഴിവാക്കാൻ പറ്റില്ല. അതെ, അങ്ങനെ കുറച്ച് ടീമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആസ്റ്റൺ വില്ല റെലഗേഷനിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു സ്വരൂപ് പറയുന്നത്. റിലഗേഷനിലേക്ക് വരാനല്ല, റെലഗേഷനിലേക്കുള്ള ചർച്ചയാണ് ഞാൻ പറയുന്നത്. അതിൽ ഞാൻ പറഞ്ഞ പേരുള്ള ക്രിസ്റ്റൽ പാലസ് ആണ് പിന്നെ ചാൻസ് ഉള്ളത് അതിലേക്ക് വരാൻ. ഞാൻ ക്രിസ്റ്റൽ പാലസ് അല്ല, ഞാൻ അതിലേക്ക് വരാം. അതായത് ഞാൻ ഓരോ ടീമിനെ എലിമിനേറ്റ് ചെയ്ത് വരുമായിരുന്നു. സോ ആർസണൽ, മാൻ സിറ്റി, യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല, ലിവർപൂൾ, ചെൽസി, സ്പേഴ്സ്, ഈ 8 ടീമുകളെ ഞാൻ നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. എല്ലാവരും യോജിപ്പുണ്ടല്ലോ? ഓക്കെ. അടുത്തതിൽ വരുന്നതാണ് വിയോജിപ്പുണ്ട് ആക്ച്വലി. എനിക്ക് ആസ്റ്റൺ വില്ല കാരണം ഓരോ ദിവസം കൂടുന്തോറും അവരുടെ പ്ലേയേഴ്സ് പോകുന്നു എന്നല്ലാണ്ട് ആരും വരുന്നത് കാണുന്നില്ല. വരുന്നുണ്ടല്ലോ. കോൺസ പോവും. എങ്ങനെ അവര് ജാഗോമെസിനെ സൈൻ ചെയ്തു, മൻസാബിനെ സൈൻ ചെയ്തു. ഇവരാരും സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഇപ്പൊ റൈറ്റ് നൗ. ഇഞ്ചുറിയും കാരണം ഇഞ്ചുറി വരുമ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊക്കെ മാറും. അത് കഴിഞ്ഞാൽ അവര് വരും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ആദ്യത്തെ 1-2 കളികൾ കണക്കാക്കി സീസൺ മുഴുവൻ വരെ എത്തേണ്ട കാര്യം. 1-2 കളി എന്നുള്ളതല്ല. അവരെ സ്റ്റാർട്ടിംഗ് കീപ്പർ മാർട്ടിനസ് പോകുന്നു, ലെഫ്റ്റ് ബാക്ക് പോകുന്നു, സെന്റർ ബാക്ക് സൈൻ ചെയ്തില്ലേ? വേറെ ഗോൾ കീപ്പർ സൈൻ ചെയ്തു. സുസുക്കിനെ സൈൻ ചെയ്തില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, അല്ല നമ്മളിപ്പോ ബോട്ടം എത്ര നമ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ? റെലഗേഷൻ ബാറ്റിൽ എന്ന് പറയുന്നത് ഏകദേശം 14 തൊട്ട് 18 വരെയുള്ള ടീമുകളാണ് പൊതുവെ. അതിൽ ആസ്റ്റൺ വില്ല വരും എന്നാണ് ഓബിൻ പറയുന്നത്. വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അതിനൊന്ന് ചർച്ച ചെയ്യാം. ഞാൻ ആസ്റ്റൺ വില്ലയുടെ ഇത്തവണത്തെ ട്രാൻസ്ഫർ ഒന്ന് വായിക്കാം. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഓബിൻ പറയുന്നു ആരും വരുന്നില്ല എന്ന് പറയുന്നു. അത് നമുക്ക് ശരിയാണോ അല്ലയോ എന്ന്
നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. ആക്ടിവിലെ ഡിപ്പാർച്ചർ ഓബിൻ പറഞ്ഞ മെയിൻ സാധനം ഞാൻ വായിക്കാം. യൂറി ടീലമിൻസ് പോയി, മോർഗൻ റോജേഴ്സ് പോയി, ഡോണിയൽ പെയിന്റിംഗ് പോയി, എൻസോ ബെറൻച്യ പോയി, ലൂയിസ് ഡോബിൻ പോയി, ലൂക്കസ് ഡീനിയ പോയി, സാമുവൽ ലിങ്ക് ജൂനിയർ പോയി. അതൊക്കെ ലോണിലാണ് പോയത്. പിന്നെ മേജർ ജേഡൻ സാൻചോ, ഡഗ്ലസ് ലൂയിസ് ലോൺ, ഹാർവി എലിയറ്റ്, ഇതൊക്കെ പോയിരിക്കുന്നത്. സോ ഓബിൻ പ്രകാരം മാർട്ടിനേസും കൂടി ചേർത്ത ഇതിനകത്ത് മോർഗൻ റോഡ്ജേഴ്സ്, ടീലമിൻസ്, ഡീനിയ ഈ 3 പ്ലേയേഴ്സ് ആണ് ശരിക്കും പോയിരിക്കുന്നത്. വാട്കിൻസ് പോകുന്നു പറയുന്നു. ഐ എഗ്രി. സോ ഡിപ്പാർച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതാണ്. അറൈവൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ഹാവ് സൈൻ യോഹാൻ മൻസാബി. സോ മൻസാബി നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മളിപ്പം മോർഗൻ റോജേഴ്സിനെ റിപ്ലേസ് ചെയ്യും, ഒരു അറ്റാക്കിംഗ് എം എന്ന രീതിയിൽ റിപ്ലേസ് ചെയ്യും. ഏതാ ജാഗോമസിന്റെ അവസാനത്തെ കളിയിൽ ഇഞ്ചുറി ആയി. ഈവൻ സീസൺ മൊത്തം ഇഞ്ചുറി ആവില്ലല്ലോ. അറ്റ്ലീസ്റ്റ് 1.5 month to 2 month out എന്നാ പറയുന്നത്. So basically their start is going to be rocking. Okay. Suzuki has come in for Martinez പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റയോ റുഗറി അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് വന്ന പ്ലെയർ ആണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട്. ലൂക്കസ് ഡീനിയ റിപ്ലേസ്മെന്റ് പ്രോബബ്ലി. പിന്നെ മഡു കെബാസിസെ, അത് എന്താ പറയാ, ഇതായിരിക്കും എന്താ പറയുന്നത്, അക്കാഡമി അല്ലെങ്കിൽ ബെഞ്ച് പ്ലെയർ ആണ്. ഗർനാച്ചോ ഹാസ് കം ഇൻ. സോ ഗർനാച്ചോ പ്രോബബ്ലി കെയിം ഇൻ ഫോർ സാൻചോ എലിയറ്റ് എന്നൊന്നും കളിച്ചിട്ടില്ല. സോ ലൈക്ക് ടു ലൈക്ക് റിപ്ലേസ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം. എന്താണ് സുദീപിന്റെ അഭിപ്രായം? എനിക്ക് അങ്ങനെ അവർ സ്ട്രഗിൾ ചെയ്യുന്നു തോന്നുന്നില്ല. കാരണം വേറൊരു കാര്യം പെട്ടെന്ന് മറന്നുപോയില്ലായിരുന്നു, പുനെ എംബ്രിയാണ് അവിടെ ഉള്ളത്. അങ്ങനെ സീസണില് റെലിഗേഷൻ ഫൈറ്റിലേക്ക് നിർത്തുന്ന ഒരു ഇതിലേക്കൊന്നും പോകുന്ന ഒരു മാനേജറൊന്നും അല്ല. അപ്പൊ ഈ കഴിഞ്ഞ സീസൺ അവർ ആദ്യത്തെ 5 കളി 6 കളി തോറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവര് നല്ലൊരു റൺ ചെയ്ത് അത് തന്നെ. അപ്പൊ എനിക്ക് ആക്സിഡന്റിൽ ഒന്നും ഒരിക്കലും ആ ഒരു ഇതിലേക്ക് പോവില്ല. അവിടെ അതിനുള്ള പ്ലേയേഴ്സ്, അവർക്ക് ആ സ്ക്വാഡ് പ്ലേയേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അവര് കളിക്കും, മാനേജ് ചെയ്ത്. കോൺസ പോയാലും അവര് വേറെ ആരെങ്കിലും സൈൻ ചെയ്യും. അപ്പൊ ഇനിയും വിൻഡോ തീരാനിരിക്കും, അതിന്റെ റീപ്ലേസ്മെന്റ് എന്തായാലും വരും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്താണ് സ്വരൂപിന്റെ അഭിപ്രായം? എനിക്ക് അതിലുള്ള ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ മോർഗൻ റോജേഴ്സ് ആണെങ്കിൽ അവിടെ മീൻസ് അക്കാദമിയിൽ നിന്ന് വന്ന് പെർഫോം ചെയ്ത് സ്റ്റാർട്ടറായി ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് കളിച്ചേർന്ന ഒരു പ്ലെയറിനെ, മൻസാബി യങ് ആണ്, വേൾഡ് കപ്പിൽ നല്ലൊരു വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു, ബട്ട് വേറെ ലീഗിലേക്കാണ് വരുന്നത്. സോ അതും ഇപ്പൊ പ്രീ സീസൺ കിട്ടിയിട്ടില്ല, ഫിറ്റായി വന്നിട്ടില്ല. ആൻഡ് അയാള് വരുമ്പോ ഓൾറെഡി ടീം സ്ട്രഗിൾ ചെയ്ത് പ്രീമിയർ ലീഗിൽ ഇത്തിരി സ്റ്റാർട്ട്സ് മോശമായിട്ട് സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയത്താവും അയാള് വരിക. സോ അയാള് മോർഗൻ റോജേഴ്സിനെ പോലെ ഡയറക്റ്റ് ഫസ്റ്റ് മാച്ച് ഇറങ്ങി പെർഫോം ചെയ്ത് തുടങ്ങുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ട്. അതേപോലെ ഗോമസ് ശരിക്ക് ഇഞ്ചുറി ആയത് മാത്രമാണ് ഇഷ്യൂ. ഇല്ലായിരുന്നുണ്ടെങ്കിൽ അയാള് ഫസ്റ്റ് മാച്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നെങ്കിൽ ആ മിഡ്ഫീൽഡ് നല്ല സോളിഡ് മിഡ്ഫീൽഡായിട്ട് നമുക്ക് കണക്കാക്കാമായിരുന്നു. പക്ഷേ അതേസമയം മിഡ്ഫീൽഡ് പാർട്ട്ണറായിട്ടുള്ള DMs ഒക്കെ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നോണ്ടിരിക്കുക. ഇഞ്ചുറി മീൻസ് അവരൊക്കെ ഇഞ്ചുറി പ്രോൺ ആണ് കൂടുതലും. പിന്നെ അതേപോലെ ഇവര് ചാമ്പ്യൻസ് ലീഗും കളിക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി വരുമ്പോ ഇത്തിരി ടൈറ്റ് ആണ്. ബട്ട് റെലഗേഷൻ ബാറ്റിലേക്ക് പോയില്ലെങ്കിലും എന്റെ പ്രഡിക്ഷനില് സിറ്റുവേഷൻ ഇറ്റ് ഡിപ്പെൻസ്. ബിറ്റ്വീൻ 10 to 14 ആ റേഞ്ചിലേക്കൊക്കെ വന്നുകൂടാന്നില്ല. മിഡ് ടേബിളിലേക്ക് ഇറങ്ങുന്നാണ് പറയുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നില്ല അത്ര ചേഞ്ചസ് അവിടെ നടന്നു. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്യുന്ന ഒരു ടീം ഇങ്ങനെ മീൻസ് ഇത്തിരി കൂടി ട്രാൻസ്ഫർ വിൻഡോയിൽ പെർഫോം ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ അവര് വേറൊരു പ്ലെയർ നമുക്ക് പറയാനുള്ളത് അവർക്കുള്ളത് മാഡ്ജോ ആണ്. മാഡ്ജോന്റെ പെർഫോമൻസ് PSG-ക്കെതിരെ നമ്മൾ കണ്ടു. പുള്ളിയുണ്ട്. പിന്നെ ബൊബാർ കമാര
ബൊഗാഡെ, റോസ് ബാക്ലി, മെഗിൻ, വെന്തിയ, ലിയോൺ ബെയ്ലി, ആലിസൺ. എനിക്ക് തോന്നുന്നത് ഇപ്പം വാട്കിൻസ് സൗദിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരൊരു നല്ല പ്ലെയറെ സൈൻ ചെയ്യായിരിക്കും, കാരണം നല്ല പൈസയും കിട്ടും. ആ നിക്ലസ് ജാക്സണായിട്ട് ലിങ്ക് ഉണ്ടായിരുന്നല്ലോ. ലിങ്ക് ഉണ്ട്. സോ ഓബിൻ എത്രയാണ് പൊസിഷൻ പറയുന്നത് ആസ്റ്റൺ വില്ലയ്ക്ക്? നമ്മള് റെലിഗേഷന്റെ റെലിഗേഷൻ അല്ല, നമ്മള് ടോപ്പ് 4 ടോപ്പ് 6 ഡിസ്കസ് ചെയ്യുമ്പോൾ ആസ്റ്റൺ വില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 എങ്ങാനാണ് അന്ന് പറഞ്ഞത്. അന്ന് കോൺസ പോയില്ല, ഐ മീൻ കോൺസ മാട്രിസ് പോയിട്ടില്ല, പോവായിരിക്കുന്നുണ്ടായിരുന്നു. സോ പ്രോബ്ലി 13-14 മേ ബി. ഓക്കെ, ഞാൻ ടോപ്പ് 8 അവരെ കാണുന്നു. അതിന് വേർത്ത് ആവുന്ന സൈനിങ് വേണം. ഇനി 10 ദിവസം ഉണ്ട്, ബട്ട് അവരെ മേലോട്ട് കൊണ്ടുവരാൻ മാത്രം സൈനിങ്. മൻസാബിയുടെ നീ ഇഞ്ചുറി എപ്പോഴാ റിട്ടേൺ ഡേറ്റ് എന്ന് പോലും പറയുന്നില്ല. ഇവർക്ക് ഈ 3 മാച്ച് വീക്ക് ഒക്കെ കളിക്കുമ്പോൾ ആര് കളിക്കും? ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, എന്തായാലും ഒക്ടോബർ 20 വരെ 3 മാച്ച് ഇല്ല. സോ അതും നമ്മൾ കണക്കാക്കണം. സെപ്റ്റംബറിൽ ചാമ്പ്യൻസ് ലീഗ് ആ സമയമാകുമ്പോൾ തുടങ്ങുള്ളൂ. നോക്കാം. എന്തായാലും ഇറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു സീ വാട്ട് ഹാപ്പൻസ്. ആസ്റ്റൺ വില്ല എന്നാലും റെലഗേഷൻ ഇല്ല എന്ന് തീരുമാനിക്കാം അല്ലേ? ബാറ്റിലേക്ക് ആരും പരിസര ഭാഗത്തെത്തും. സുദീപ് ടോപ്പ് 8 ആണോ പറയുന്നത് ആസ്റ്റൺ വില്ലയ്ക്ക്? സ്വരൂപ് 8-14 അല്ലേ? ഞാൻ 13th ആണ് പറഞ്ഞേക്കുന്നത്. 13th. ഓക്കെ, ഓബിൻ ഓൾസോ സെയിം. സോ ഓബിൻ സ്വരൂപും 13th, ഞാനും സുദീപും ടോപ്പ് 8 എന്ന് പറയുന്നു. സോ ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട മിഡ് ടേബിൾ ടീംസ് ആണ് ശരിക്കും ബോൺമത്ത്, സണ്ടർലൻഡ്, ബ്രൈറ്റൺ, ഫുൾഹാം, ന്യൂകാസൽ, എവർട്ടൺ, ലീഡ്സ്. ഞാൻ തുടങ്ങാം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ സീസൺ എവർട്ടൺ നല്ലൊരു സീസൺ കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അവരെ ഒരു യൂറോപ്യൻ ക്വാളിഫിക്കേഷനിലേക്ക് വരെ ഞാൻ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാരണം സ്റ്റെബിലിറ്റി, അവർക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. രണ്ടാമത്തത് എവർട്ടന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എവർട്ടൺ കഴിഞ്ഞ തവണ ഞാൻ ഒരുപാട് ഇതിലും പറഞ്ഞതാണ്, ഒരുപാട് പ്ലെയേഴ്സിനെ അവർ വൃത്തിക്ക് യൂസ് ചെയ്തില്ല. സോ അവര് ഈ സീസണിൽ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താ എവർട്ടണിലെ ഇത്തവണത്തെ ട്രാൻസ്ഫർ ഇൻകമിങ് ആൻഡ് ഇതിൽ ഒന്ന് നോക്കാം, ഡിപ്പാച്ചേഴ്സ് നോക്കാം. സോ ഡിപ്പാച്ചേഴ്സ് ആദ്യം പറയാം. ഡ്വൈറ്റ് മെക്നീൽ ക്രിസ്റ്റൽ പാലസിലേക്ക് പോയി. എഡ്രിസ ഗേ എന്തായാലും 36 വയസ്സായിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫ്രീ കോൺട്രാക്ട് കഴിഞ്ഞതാണ്. ഒന്യാങ്കോ ഷെഫീൽഡ് വെനസ്ഡേയിലേക്ക് പോയി. ഷെയ്മസ് കോൾമൻ ഇസ് എ ഫ്രീ ഏജന്റ് സർപ്രൈസിംഗ്ലി. പക്ഷേ 37 വയസ്സായി. ടൈറിക് ജോർജ് തിരിച്ച് ചെൽസിയിലോട്ട് പോയി. മെർലിൻ റോൾ ഫ്രൈബർഗിലേക്ക് ലോൺ കഴിഞ്ഞ് പോയി. സോ ഇൻകമിങ്സ് ആണ് ഇനി പറയുന്നത്. ബ്രെനൻ ജോൺസൺ വന്നു ഫ്രം ക്രിസ്റ്റൽ പാലസ്. മെർലിൻ റോൾ കൺഫേം ആയി ലോൺ കഴിഞ്ഞിട്ട്. ടൈറിക് ജോർജ് വീണ്ടും ഐ തിങ്ക് ലോൺ കഴിഞ്ഞിട്ട് വന്നു, പെർമനന്റ് ആയി. ഹെയ്ഡൻ ഹാക്നി മിഡിൽസ്ബ്രോ എന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ്. ദിസ് സൈനിങ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഐ ലൈക്ക് ദിസ് സൈനിങ്. ക്രിസ്റ്റ്യൻ നോർഗാർഡ് മിഡ്ഫീൽഡിൽ വന്നു. ഒന്യാങ്കോ സ്റ്റോക്ക് പോർട്ടിൽ നിന്ന് ലോണ് കഴിഞ്ഞ് തിരിച്ചു വന്നു. സോ വാട്ട് യു എന്താണ് സ്വരൂപ്? എനിക്കറിയാം പല എപ്പിസോഡായിട്ട് എവർട്ടനെ കുറിച്ച് പറയുന്നുണ്ട്, പറഞ്ഞോ. എവർട്ടന്റെ കേസ് ഇപ്പൊ ഞാൻ ഈ സീസണിലല്ല, കഴിഞ്ഞ സീസൺ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് അവരുടെ സ്ക്വാഡ് വളരെ ലീൻ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സ് ലാസ്റ്റ് കോൺട്രാക്ട് എൻഡിങ് സ്റ്റേജ് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺട്രാക്ട് റിന്യൂ ചെയ്യണം പലരുടെയും. പിന്നെ ആരെയും സൈൻ ചെയ്യാൻ അങ്ങനെ പറ്റാത്ത അങ്ങനെ ഒരു ഇത്തിരി സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്താണ്. ബട്ട് അവര് അതിൽ നിന്നൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ടാണ് ആ സീസൺ റിലഗേറ്റ് ആവാതെ നല്ല മീൻസ് മിഡ് ടേബിളിൽ ഫിനിഷ് ചെയ്തത്. പക്ഷെ ഈ സീസണിൽ ഞാൻ കഴിഞ്ഞ സീസണിൽ ഒരുപാട് ലിവർപൂൾ ഗ്രൂപ്പിൽ ഒരുപാട് പറഞ്ഞിരുന്ന പേരാണ്, ഇവനെ നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ. ഹെയ്ഡൻ ഹാക്നി, അത് വമ്പൻ സൈനിങ് ആയിരുന്നു. അത് അവരുടെ തോട്ട് പ്രോസസ് വളരെ മാറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റേ എൻ്റെ പോവും എന്നുള്ള ഒരു റൂമറൊക്കെ വന്നിരുന്നു. ബട്ട് അവര് അയാളെ കീപ്പ് ചെയ്തു എന്നുള്ള കാര്യം ക്ലിയർ ആണ് ഇപ്പോ.
പിന്നെ മോയസ് അവിടെ കുറച്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേ ആഴ്സണലിന് നോഗാർഡിനെ സൈൻ ചെയ്തത് വളരെ മീൻസ് അവിടെ അയാൾക്ക് എന്തായാലും അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള നല്ല പ്ലെയർ ആണ്. വലിച്ചു. ബ്രണ്ണൻ ജോൺസൺ തന്നെ ഇതേപോലെ തന്നെ സ്പേഴ്സിൽ സ്ട്രഗിൾ ചെയ്യാണ്. ഗോൾ അടിക്കില്ലെങ്കിലും നല്ല ഹാർഡ് വർക്കിംഗ് പ്ലെയർ ആണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിങ്ങേഴ്സും നല്ല പ്രസ് ചെയ്യുകയും ഓഫ് ദ ബോൾ നല്ല കമ്മിറ്റ്മെന്റ് ഉള്ള പ്ലേയേഴ്സ് ആണ് രണ്ട് വിങ്ങിലും. സോ ഇത്തിരി നല്ല ബാലൻസ് ഉണ്ടാക്കാൻ പറ്റും ഈ സ്ക്വാഡിന്. ഞാൻ യൂറോപ്യൻ കോമ്പറ്റീഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും അവര് 8th ക്വാളിഫൈ ചെയ്യോ? ഇല്ലല്ലോ, 7 അല്ലേ? 7 അല്ലേ? അപ്പൊ 8th ഫിനിഷ് ചെയ്യും. എനിക്ക് ഒരു ആകെ എവർട്ടനോടുള്ള ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അവർക്ക് സ്ട്രൈക്കർ ഇല്ല. അവർക്ക് ബെറ്റോനെ കൊണ്ടും ബാരിനെ കൊണ്ടും നടക്കില്ല. പക്ഷെ ബാരി ഈസ് യങ്, ബട്ട് മോയസ് ആയാലും ഒരു ലുക്കാക്കു പഴയ എവർട്ടന്റെ ലുക്കാക്കു ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇല്ല, അത്ര ടാലന്റ് ഒന്നും ഇല്ല. പക്ഷെ അവർക്ക് ഒരു ലിങ്ക് ഉള്ളത് റിച്ചാർലിസൺ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ ടീമിന്റെ മൊത്തം സ്ക്വാഡ് മേക്കപ്പ് മാറും. റിച്ചാർലിസൺ നമ്മൾ എന്തൊക്കെ വെറുപ്പിക്കലാണ് ആൾക്കാർക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലും റിച്ചാർലിസൺ ഇൻ എവർട്ടൺ ടീം ഇസ് ഡിഫറെന്റ് ആനിമൽ. പുള്ളി ആക്ച്വലി ഇപ്പം സ്പേഴ്സിൽ സൊളാങ്കി ഗാക്പോ വരുന്നു പറയുന്നു, അല്ലെങ്കിൽ ഇന്നലെ ഇപ്പോ സവീന്യവും ഒരു പ്ലെയറും കൂടെ മാർമൂഷ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും റിച്ചാർലിസൺ വിടും. സോ മോസ്റ്റ്ലി റിച്ചാർലിസൺ എവർട്ടണിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു യൂറോപ്യൻ പ്ലേസിലേക്ക് പുഷ് വരാൻ എവർട്ടണിന് സഹായിക്കാൻ തോന്നുന്നു. എന്താണ് ഓബൻ? ഞാനിതിൽ സ്വരൂപിന്റെ കൂടെയാണ്. അവരെ സൈനിങ്സ് ഇപ്രാവശ്യത്തൊക്കെ വളരെ എന്താ പറയാ, നല്ല സൈനിങ്സ് ആസ് ഇൻ ബ്ലോക്ക് ബസ്റ്റർ പ്ലേയേഴ്സ് എന്നുള്ളതല്ല, പക്ഷെ ഒരു ടീമിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള പറ്റുന്ന കുറെ സൈനിങ്സ് ആണ്. ജെല്ലിനാവാൻ ഉള്ള സമയം മാത്രമേ ഉണ്ടാവും, പക്ഷെ അതിലും അവർ നോർഗാർഡൊക്കെ PL പ്രൂവൺ ആണ്. ഒരു സീനിയർ ഫിഗർ, ലൈക്ക് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സീനിയർ ഫിഗറും ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല നല്ല സൈനിങ്സ് ഉണ്ട്. ഒരു ടിപ്പിക്കൽ പഴയ മോയസ് എവർട്ടൺ അല്ലെങ്കിൽ മോയസിന്റെ വെസ്റ്റ് ഹാം കൈൻഡ് ഓഫ് ഒരു റൺ അവർക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ടോപ്പ് 10 അവർ ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. മേ ബി അറൌണ്ട് 8-9. യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് അത് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. കാര്യം ഡീസന്റ് ടീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ട്രൈക്കർ പൊസിഷനിലെ പ്രശ്നമാണ് അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ പിക്ഫോർഡ് പിന്നെ അങ്ങനത്തെ ഒരു സ്റ്റൈല് കളിക്കുന്ന കാരണം ഷോർട്ട് സ്റ്റോപ്പർ മതിയോ, അത് കാരണം വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും ഒരു വീക്ക്നെസ് തന്നെയാണ് പിക്ഫോർഡ്. അപ്പോൾ സ്ട്രൈക്കർ പൊസിഷനിലും ഈ പൊസിഷനിലും വീക്ക്നെസ് ഉണ്ട്. പിന്നെ ഈ NDA ഓക്കെ, മറ്റ് സ്ഥലത്ത് അപ്പുറത്തെ സ്ഥലത്ത് എനിക്ക് ഡയറക്ട് ജോർജ് ആയാലും ആള് കളിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതൊന്നും അത്ര വലിയ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നില്ല. വിങ് പൊസിഷനിൽ മിഡ്ഫീൽഡ് ഒക്കെ അവർ സ്ട്രെങ്തൻ ചെയ്തു, പക്ഷെ വിങ് പൊസിഷനിൽ ഇപ്പോഴും ഒരു കൺവിൻസിങ് അല്ല. എനിക്ക് തോന്നല്ലേ യൂറോപ്യൻ കോമ്പറ്റീഷനിലേക്ക് ഒന്നും പോവില്ല. പക്ഷെ മോയസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു 12th ഒക്കെ ഫിനിഷ് ചെയ്താണ് എന്റെ ഒരു കണക്ക്. കാരണം ബാക്കിയുള്ള ടീമുകൾ അതിലും സ്ട്രോങ് ആണ്, അതിലും സ്റ്റേബിൾ ആണ്, അതിലും അവർക്ക് അതിനുള്ള സ്ട്രെങ്ത് കൂടുതലുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. യെസ്, ഓക്കെ. അപ്പോ എവർട്ടൺ ഏകദേശം നമ്മള് ഇതന്ന് ഒഴിവാക്കി. നമുക്കിനി പോവാനുള്ളത് ന്യൂകാസിലോട്ടാണെന്ന് തോന്നുന്നു. ഈ ന്യൂകാസിലിനെ പോലും നമുക്ക് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് വി ആർ എൻറ്ററിങ് ദ ഡെത്ത് സോൺ. അതെ, ന്യൂകാസിലിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. അതാ പറഞ്ഞോ. ന്യൂകാസിലിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. റെലഗേഷൻ കണ്ടന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ലിസ്റ്റിൽ ഇട്ടേക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ ടീം വെച്ചിട്ടോ. ഇനിയിപ്പോ അവര് ആരെങ്കിലും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ വല്ല വാർക്കോളയോ അല്ലെങ്കിൽ വല്ല എംബാപ്പേറ്റെ സൈൻ ചെയ്യുമോന്ന് അറിയില്ല. ബട്ട് ഇപ്പോഴത്തെ സ്കോഡ് വെച്ചിട്ട് ഞാൻ റെലഗേഷനിലാണ് ഇട്ടേക്കണേ. റെലഗേഷൻ ആവുന്ന 18ാം പൊസിഷനാണോ റെലഗേഷൻ ബാറ്റിലാണോ ഉദ്ദേശിക്കുന്നത്? 18 റെലഗേറ്റ് ആവുന്നതാണ് പറയുന്നത്. ഓക്കെ,
ഓബിൻ എന്നിട്ട് നമുക്ക് ഞാൻ ടീം ഞാൻ എന്താണ് അവരുടെ ഇത് വായിക്കാം, വന്നതും പോയതും. എന്താണ് സ്വരൂപിന്റെ ബോൾഡ് പ്രഡിക്ഷനിൽ തോന്നണ? ഏതാ? അല്ല, ഓബിനോട് ചോദിച്ചത് സ്വരൂപിന്റെ പ്രഡിക്ഷനെ കുറിച്ച് എന്താണ് തോന്നണത്? 18 പക്ഷെ ആ പരിസര ഭാഗത്ത് ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് കളിക്കുന്നുണ്ടാവും വില്ലന്റെ താഴെ. എനിക്ക് ഇവരുണ്ട്, ഇവരെ റൈവലും ആ ഭാഗത്ത് തിരിഞ്ഞു കളിക്കുന്നുള്ള നല്ല ഡൗട്ട് ഉണ്ട്. സണ്ടർലൻഡ്. സോ സഡനിലേക്ക് നമുക്ക് എത്താം. സോ ഇവിടെയും അഗൈൻ ഞാൻ നേരത്തെ ഇവരോട് പറഞ്ഞ വില്ലനോട് പറഞ്ഞ ഏകദേശം അതേ കാരണങ്ങൾ. അവർക്ക് ഗോർഡൻ പോയി, പിന്നെ ബ്രൂണോ പോയി, ടൊണാലി പോയി. ഞാൻ വായിക്കാം. ടൊണാലി, ബ്രൂണോ, ഗോർഡൻ, മാറ്റ് ടാർഗറ്റ്, കിരൺ ട്രിപ്പിയർ, ക്രാഫത്ത്, ജോൺ റോഡി ആൻഡ് റാംസ്ഡെയിൽ, ഇതൊക്കെയാണ് പോയിരിക്കുന്നത്. ടാർഗറ്റ് അവരെ ഇൻകമിങ് കൂടി പറഞ്ഞേക്കാം, അത് കഴിഞ്ഞിട്ട് പറയാം. ബസോമാന ടൂറെ ഫ്രം ഹോഫൻഹൈം, അമാർ ഡെഡിച്ച് ഫ്രം ബെൻഫിക്ക, അലാഡ്ജി ബാംബ ഫ്രം മൊണാക്കോ, ലൂക്കസ് ഹോർണിസ്റ്റെക് ഫ്രം ബ്രാഗ, ഷോൺ സ്റ്റ്യോർ ഫ്രം അയാക്സ്, ഇവൻ ജോവൻ ഫ്രം സ്റ്റഡ് റെയിംസ്, ഐഡൻ ഹാരിസ്. അത്രേ ഉള്ളൂ. സോ ഇതില് 2-3 പ്ലേയേഴ്സ് എനിക്ക് ആക്ച്വലി നല്ല താല്പര്യമുണ്ട് കാണാൻ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ഈ ബ്രേക്ക് ഔട്ട് സ്റ്റാർ എന്ന് പറയുന്നതിൽ ഒരു പ്ലെയർ ഞാൻ കാണുന്ന അയാക്സിൽ നിന്ന് വന്ന ചെക്കനാണ്, ഷോൺ സ്റ്റോർ അല്ലേ? അതെ. സോ അത് ഒരു ബ്രേക്ക് ഔട്ട് പ്ലെയർ ആയിട്ട് ഞാൻ കാണുന്നതാണ്. പക്ഷേ അയാക്സ് ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് എർവഡീസ് ഡയറക്ട്ലി ഇങ്ങോട്ടേക്ക് PL എത്തുമ്പോൾ ഒരു ഫിസിക്കാലിറ്റിയും ഇന്റൻസിറ്റിന്റെയും പ്രശ്നം വരാറുണ്ട്. ഈവൻ ഡയറക്ട്ലി വന്ന് സക്സസ് ആയ വളരെ കുറവാണ്. അവിടുന്ന് ഒരു സീസൺ എടുത്ത് അല്ലെങ്കിൽ 1.5 സീസണൊക്കെ എടുത്ത് കഴിഞ്ഞൊക്കെയാണ് അവിടെ എത്താറ്. ഇൻ ടാലന്റ് നല്ലതാണ് പ്ലെയർ. അതുപോലെ തന്നെയാണ് ജർമ്മൻ ലീഗിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും എന്ന് പറയുന്നതും. സോ അവർക്ക് അങ്ങനത്തെ കുറച്ച് സൈനിങ്സ് ഉണ്ട്. ഏതൊക്കെയോ ലീഗിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റ് ആവണം. എല്ലാം യങ്സ്റ്റേഴ്സും ആണ്. അവിടെയാണ് അടുത്ത് എന്റെ പേടി. ഡെഡിച്ച് 24 ആണെന്ന് തോന്നുന്നു. അതാണ് ഏറ്റവും മൂത്തത്. അതെ, ബാക്കിയെല്ലാം 20 താഴെയാണ്. സോ ഈ യു ആർ ലുക്കിംഗ് അറ്റ് ജോലിംഗ്ടന്റെ പാർട്ട്നേഴ്സ് എന്നുള്ളത് ടൊണാലി, ബ്രൂണോ. ആ ഒരു സാധനത്തിൽ നിന്ന് നൗ യു ആർ ലുക്കിംഗ് അറ്റ് 20 ആൻഡ് ബിലോ കിഡ്സ്. അപ്പം ഇവർക്ക് ആ പ്രഷർ എങ്ങനെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? കോച്ചിനാണെന്നുണ്ടെങ്കിൽ, പുതിയ മാനേജറിനാണ് കംപ്ലീറ്റ്ലി അറ്റാക്കിംഗ് ലൈനപ്പിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഇവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, ചവിട്ട് കിട്ടുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും മെന്റലി ആസ് വെൽ ആസ് ഫിസിക്കലി, റൈറ്റ്? അപ്പം അവിടെ കുറച്ച് സ്ട്രഗിൾ ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഈവൻ ഫോർ എ മാനേജർ, പുതിയ ലീഗാണിത്, എന്ന് അഡാപ്റ്റ് ആവണം. നമ്മൾ മൂപ്പർ വിചാരിച്ച പോലെ ആ ഫ്രീ ഫ്ലോ ഫുട്ബോൾ ഒന്നും ചിലപ്പോൾ നടക്കൂല. അപ്പം അതൊക്കെ കാരണം ആകെ കൂടെ ഇവർക്ക് ആശ്വാസം എന്താ വെച്ചാൽ യൂറോപ്പ് ഒന്നും ഇല്ല, ആഴ്ചയിൽ 1 കളിച്ചാൽ മതി. എന്നാലും 14, 15, 16 അവിടെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂണോ ഗുമാരസ്, ടൊണാലി, ഗോർഡൻ, ഈ 3 പേരെ എങ്ങനെ റീപ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. ഈ ടൂറെ നല്ല പ്ലെയർ ആണ്, ഓക്കെ ആണ്, ബട്ട് അയാള് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അയാള് ഗോൾ അടിക്കണ എനിക്ക് സംശയമാണ്. അയാൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, ബട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തിരി അഗ്രസീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡിൽ നല്ല അഗ്രസീവ് ആയിട്ട് അവിടെ തഗ് ആ ഏരിയ മൊത്തം കവർ ചെയ്യുന്ന ടൈപ്പ് പ്ലേയേഴ്സിനെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സിനെ വിറ്റിട്ട് എന്താ കാണുന്നത്? സ്ക്വാഡിൽ നമുക്ക് കാണാനില്ല, ഒന്നും ഒന്നും കാണുന്നില്ല. അവർക്ക് UEFA ബാൻ ഉണ്ട് ആക്ച്വലി, അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ബാൻ അല്ല, ഷാഡോ ബാൻ പോലത്തെ ഒരു സാധനം, എന്തോ ഒരു ലീഗൽ പ്രോബ്ലം ഉണ്ട് അവർക്ക്. അപ്പൊ അവർക്കെല്ലാം ഈ 20, 30, 40 റേഞ്ചിൽ താഴേക്കുള്ളതാണ് അവർ നോക്കുന്നുള്ളത്. അതിലും കൂടുതൽ ചെലവാക്കാൻ പറ്റില്ല. അതാണ് അവർ ഈ വലിയ വിലക്ക് വിറ്റിട്ട് ചെറിയ വിലക്ക് വാങ്ങുന്നത്. ഈ സീസൺ ഇവരുടെ ഏറ്റവും ടൈറ്റ് സീസണോ, അടുത്തിടെയുള്ള സീസൺസിലെ ഏറ്റവും ടൈറ്റ് സീസണോ. ഇത് ഇവര് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അതാണ്
ന്യൂകാസലിനാണെങ്കിൽ ശീലമുണ്ട് താഴെ പോയി തിരിച്ചു വരുന്ന ശീലമുണ്ട്. എന്താണ് സുദീപ് എന്ന് തോന്നണേ? ന്യൂകാസലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ പറഞ്ഞ പോലെ അവര് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം എക്സ്പീരിയൻസിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. മറ്റേ ജമാലിലെ അങ്ങനെ ഒരു കാര്യം കപ്പ് കോമ്പറ്റീഷനിൽ സൗദിയിൽ വെച്ച് നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിലും എനിക്ക് തോന്നണില്ല റെലഗേഷന്റെ ഒരു ഫൈറ്റിലേക്ക്. പക്ഷെ അവരങ്ങനെ ഒരുപാട് താഴെ പോലെ കഴിഞ്ഞ എത്രയായിരുന്നു പൊസിഷൻ കഴിഞ്ഞ അവരുടെ 14-12. ഓക്കെ. ഇത്തവണ 15th ഒക്കെ ഫിനിഷ് ചെയ്യുന്ന എനിക്ക് തോന്നാം. റെലിഗേറ്റഡ് ഒന്നും ആവില്ല, റെലിഗേഷൻ ബാറ്റിൽ കുറച്ച് ഉണ്ടാവും. പക്ഷെ പതുക്കെ അവര് റിക്കവർ ചെയ്ത് അവരുടെ ഒരു 15th ഒക്കെ പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്നുണ്ടാവും. ഈ ടൂറൊക്കെ ഗ്രൗണ്ട് ഒന്ന് സെറ്റിൽ ആവാനൊക്കെ സമയം എടുക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് അവരെ സേവ് ചെയ്യാൻ പോണത്, രക്ഷപ്പെടുത്താൻ പോണത് വോൾട്ട്മാഡേയും വിസ അങ്ങനെയുള്ള കുറച്ച് അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, അവർക്ക് നല്ല പ്ലേയേഴ്സ് അത് അവരെ ഹെൽപ്പ് ചെയ്ത്. പിന്നെ ഫുൾ ബാക്ക് പൊസിഷനിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവരവിടെ ഈ ട്രാൻസ്ഫർ വിൻഡോയിലും പുറത്തേക്കൊന്നും പോയില്ലെങ്കിൽ അത് നിൽക്കുമായിരിക്കും. അവർക്ക് പറ്റിയത് എനിക്ക് തോന്നുന്നത് നേരത്തെ നമ്മൾ കണ്ടിരുന്നു, പല പ്ലേയേഴ്സും അവര് ലിങ്ക് വരുന്നു, അത് സൈൻ ചെയ്യാൻ വരുന്നു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് അവരുടെ മാനേജർ ഓൾറെഡി റിസിഗ്നേഷൻ ആയിട്ട് ഇരിക്കുകയാണ്, ആരാണ് അടുത്ത മാനേജർ എന്ന് ആയിട്ടില്ല. അങ്ങനെയുള്ളൊരു മിഡിൽ ഗ്രൗണ്ടിൽ കിടക്കുന്ന സമയത്ത് പലരും ആരാ മാനേജർ എന്ന് അറിയാണ്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാന്ന് തോന്നുന്നു കുറെ പ്ലേയേഴ്സ്. പക്ഷെ ഇതൊരു കണക്കിന് നല്ലതാ. അവര് റെലഗേഷൻ ഒന്നും ഈ സീസണിൽ ഒന്ന് താഴെ പോകും, പക്ഷെ അടുത്ത സീസണിലൊക്കെ ഒന്നുകൂടി നന്നായിട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് എന്തായാലും ഈ സീസണിൽ 15th പൊസിഷനിലാണ് ഞാൻ അവരെ കാണുന്നത്. കുറച്ച് മേജർ സ്റ്റേറ്റ്സ് വന്ന ടീമാണ്. പക്ഷെ എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ന്യൂകാസൽ ഫാൻസും അഗ്രി ആയിരിക്കും. ഐ തിങ്ക് ഒരു ന്യൂ മാനേജർ ബൗൺസ് അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി വോൾട്ടമാർഡിനെയും വിസെ ഒസൂല, എലാങ്ക, ബാൺസ്, ഈ പ്ലേയേഴ്സിനെ എത്രത്തോളം നന്നായിട്ട് എഡി ഹൗ യൂസ് ചെയ്തിരുന്നു എന്ന് നമുക്ക് അറിയാം. അതിനെക്കാളും ബെറ്റർ ആയിട്ട് ഈ അറ്റാക്കിംഗ് ഓപ്ഷൻസിനെ യൂസ് ചെയ്യാൻ ജയ്സലിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഐ ഡോണ്ട് സീ ദം റെലഗേറ്റഡ്, ബട്ട് ഒരു 10-11-12 ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ടീമുണ്ട്, ആൻഡ് ഐ ആം ഷുവർ ദേ വിൽ സൈൻ ഫ്യൂ മോർ പ്ലേയേഴ്സ് ലോണിലും. അങ്ങനെ അങ്ങനത്തെ ഒരു കുറച്ച് പ്ലേയേഴ്സിനെ അവർ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഐ ക്യാൻ സി ഹാർവി എലിയറ്റ് ഗോയിങ് ദർ ആക്ച്വലി. നമുക്ക് നോക്കാം. എനിവേ, അപ്പോൾ ഒരാള് അയാളുടെ റെലഗേഷൻ ടീം പറഞ്ഞിരിക്കുന്നു, സ്വരൂപ്. ഓബിൻ പറയുന്നു അതിന് 15-16 ബാറ്റിൽ അല്ലേ. സുദീപും ബാറ്റിൽ പറയുന്നു. സ്വരൂപ് റെലഗേഷൻ ആവുമെന്ന് പറയുന്നു. ന്യൂകാസൽ ഫാൻസ്, നിങ്ങൾ പറയൂ, വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ദിസ് ഇയേഴ്സ് ടീം? സൺഡർലൻഡിനെ കുറിച്ച് പറയുമ്പോൾ സൺഡർലൻഡിനെ കുറിച്ച് പറയണം. ഓബിൻ നേരത്തെ സൺഡർലൻഡിനെ കുറിച്ച് എന്തോ പറയാൻ വന്നിരുന്നു. ഓബിനെ പറ. സോ ആസ്റ്റൺ വില്ലനോട് പറഞ്ഞ അതേ റീസൺസ് തന്നെ. അതിൽ ആകെ കൂടി ഇവർക്ക് പുറത്ത് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ, ആസ്റ്റൺ വില്ല അല്ല, കുറച്ചും കൂടി ക്ലോസർ അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ട് പറയാനുള്ളത് യുണൈറ്റഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അവർക്ക് വന്നു. ഒന്നും എക്സ്പെക്ടേഷൻ ഇല്ല, 2 അവർക്ക് PL മാത്രമേ കളിക്കാനുള്ളൂ. ആഴ്ചയിൽ ഒരു കളി കളിക്കുക, ആ സ്ക്വാഡ് വെച്ച് മുന്നോട്ട് പോയി. ഈ സീസണിൽ അവര്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആകെ ഒരു പ്ലെയറിന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. 1-2 പോവുകയും ചെയ്തു. പക്ഷെ അവർക്ക് എക്സ്ട്രാ ഗെയിമും കളിക്കണം. അതാണെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ഈ കോമ്പറ്റീഷനാണ്. അവർ ചാമ്പ്യൻസ് ലീഗിലല്ല ഉള്ളത്. സോ ഫുൾ കംപ്ലീറ്റ്ലി ട്രോഫി അടിക്കുക എന്നുള്ളത് പറയാൻ അറിയില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യത്തിന് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു കോമ്പറ്റീഷനാണ് അവരത്. അപ്പം അങ്ങനെ ആവുമ്പോൾ അവിടെയും ഇവിടെയും കളിക്കാൻ മാത്രമുള്ള പ്ലേയേഴ്സ് അവർക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയമാണ്. എവിടെങ്കിലും ഒന്നിൽ അവർ കാലിടണം. അങ്ങനെ വരുമ്പം സൺഡർലാൻഡിന്റെ സെറ്റപ്പ് വെച്ചിട്ട് അവർ കപ്പ് ഗെയിംസ് കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ലീഗ് പണി വരും. എന്താണ് സ്വരൂപ? എന്റെ ഇതില് ശരിക്ക് അവര് അത്ര അധികം ട്രാൻസ്ഫർ വിൻഡോയിൽ അധികം കളിച്ചിട്ടില്ല, കളിച്ച് കണ്ടതായി തോന്നുന്നില്ല. കാരണം അവര്
വലിയ കാര്യമായിട്ട് റീപ്ലേസ്മെന്റ് അവരുടെ ട്രാൻസ്ഫർ ഞാൻ അതാ ആകെ അവർക്ക് അറൈവൽ വന്നിരിക്കുന്നത് തോമസ് മുനിയർ ആണ്. അത് 34 വയസ്സ്, ലീലിലെ റൈറ്റ് ബാക്ക്. പിന്നെ അവർക്കുള്ളത് അഡിംഗ്ര ലോൺ കഴിഞ്ഞ് മൊണാക്കോന്ന് തിരിച്ച് വന്നിട്ടുണ്ട്. സോ അഡിംഗ്ര ഈ സീസൺ നിൽക്കുകയാണെങ്കിൽ അത് വലിയ അഡീഷൻ ആയിരിക്കും അവർക്ക്. ഓക്കെ, എനിക്ക് അത്ര വലിയ പ്രശ്നം തോന്നുന്നില്ല. അവര് എന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മാനേജേഴ്സ് ഒരുപാടുണ്ട്, പുതിയ സിസ്റ്റംസ് ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് അവിടെ മാനേജർ സെയിം അല്ലേ? അതെ. ആ, അപ്പൊ അയാൾ സിസ്റ്റം അവിടെ റെഡിയാണ്. അപ്പൊ അവർക്ക് ഒരു അത്ര വലിയ കാര്യമായിട്ട് മീൻസ് മിഡ് ടേബിളിൽ തന്നെയാവും, ബട്ട് റെലഗേഷനിൽ പോവാൻ ചാൻസ് കുറവാ, ബാറ്റിൽ പോവാൻ ചാൻസ് കുറവാ. ഞാൻ അവരെ 12th ആണ് വെച്ചേക്കുന്നത്. എന്താ സുദീപ്? ഞാനും ഏകദേശം ആ പ്ലേസിൽ തന്നെയാണ് വെച്ചത് സണ്ടർലാൻഡ്. കാരണം കഴിഞ്ഞ സീസണിൽ അവര് ഓവർ പെർഫോം ചെയ്തു എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. അവർ ആ സീസൺ തുടങ്ങിയ സമയത്ത് ഈവൻ ടോപ്പ് 4 ടോപ്പ് 2 വന്ന സമയം നമ്മൾ കണ്ടിരുന്നു. ആ സീസൺ തുടങ്ങിയ സമയത്ത് ആ ഒരു ബൗൺസ് അവർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. അതാണ് അവർക്ക് ഇത്ര ഹൈ ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. ഈ സീസണിൽ അങ്ങനെ പറ്റുമോ എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് ഒരുപാട് യങ് പ്ലേയേഴ്സ് ഉണ്ട്, അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അവരുടെ ബ്രോബി ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് വരാം. അവര് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, യങ് പ്ലേയേഴ്സ്. സദ്ദീഖി ഉണ്ട്, അങ്ങനെ ഡയർ, അങ്ങനെ കുറച്ച് നല്ല പ്ലേയേഴ്സ് കുറെ പേരുണ്ട്. കയോഡെ അല്ല, മീൻസ് അങ്ങനെ സണ്ടർലാൻഡിന്റെ ഇതിൽ വരുന്ന കുറെ പ്ലേയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അവര് കഴിഞ്ഞ സീസണിൽ കുറെ കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്റ്റൈലൊക്കെ മനസ്സിലാക്കി പതുക്കെ ടീമുകൾ കൗണ്ടർ ചെയ്ത് തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണമാണ് അവരൊന്ന് ഡിഫീറ്റ് വന്നത്. ഈ സീസണിൽ അവര് പറ്റുന്ന ഒരു ഇതിലേക്ക് വരാതെ എനിക്കൊരു 13th എന്നൊക്കെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാനിപ്പോ അത് ലിസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല, അത് ചെയ്തു വെച്ചേക്കായിരുന്നു. 13th പൊസിഷനിൽ ഫിനിഷ് ചെയ്യുന്നുണ്ടാവും. അവരൊന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യേണ്ടതായിരുന്നു, പ്രത്യേകിച്ച് ഫോർവേഡ് പൊസിഷനിൽ. ബ്രോബി ഓക്കെ നമ്മൾ കണ്ടു നെതർലാൻഡ്സിന് വേണ്ടി കളിക്കുന്നത്, പക്ഷെ അത് മാത്രം പോരാ. അവർക്ക് കുറച്ചും കൂടി നല്ലൊരു സ്ട്രൈക്കർ പൊസിഷനിൽ പ്ലെയർ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാക്കിയൊക്കെ അവര് അവരുടെ സ്റ്റൈലൊക്കെ അനുസരിച്ചുള്ള പ്ലേയേഴ്സ് അവർക്കുണ്ട്, കുറച്ച് ഫിസിക്കലായിട്ടുള്ളതും ഒക്കെ. അപ്പോ അവരെന്താ കഴിഞ്ഞ സീസണിൽ ചെയ്തത് എന്താ വെച്ചാൽ മറ്റേ ഒരുപാട് പ്ലേയേഴ്സിനെ ഫുൾ ഒരു പുതിയ ടീമിനെ കൊണ്ടുവന്നിട്ട് പ്രീമിയർ ലീഗിൽ സർവൈവ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു. അത് തന്നെയല്ലല്ലോ ഇപ്പൊ വേണ്ടത്. ഇപ്പൊ വേണ്ടത് കുറച്ചുകൂടി വേറെ തരം ടെക്നിക്കൽ കുറച്ചും കൂടി ക്വാളിറ്റീസ് ഒക്കെ ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ സർവൈവ് ചെയ്യാനുള്ളതിന് പകരം കുറച്ചുകൂടി പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് പോവാണ് അവർ ചെയ്യേണ്ടിരുന്നത്. അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. പക്ഷെ അവര് റെലഗേഷൻ ഇതിലേക്കൊന്നും വരില്ല. അവരുടെ ഒരു പാർ എന്നുള്ളത് കഴിഞ്ഞ തവണ ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ അതിലെത്തേണ്ട പാർ ഇതിലേക്ക് എത്തും എന്നുള്ളതാണ് 13th പൊസിഷൻ. ഐ തിങ്ക് ദേ ആർ സ്റ്റിൽ ഇൻ ദ മീൻസ് മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്നു വിങ്ങേഴ്സിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ ഓബിനോട് യോജിക്കുന്നു. റെലഗേറ്റ് ആവില്ല, പക്ഷെ റെലഗേഷൻ ബാറ്റിൽ സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം യൂറോപ്പും ഇതും പിന്നെ ഷാക്ക കഴിഞ്ഞ സീസൺ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഈ സീസൺ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന ഡൗട്ടാണ്. ബ്രോബി അഗൈൻ ചാൻസസ് കിട്ടാൻ സ്ട്രൈക്കർ ഉണ്ട്, പക്ഷെ പുള്ളിക്ക് ആ ക്രിയേഷൻ ചാൻസസ് എൻസോലെഫെ ഒക്കെ ഉണ്ടെങ്കിലും ഐ തിങ്ക് സഡീഖി എന്നാലും ഐ ഫീൽ ദേ വിൽ സ്ട്രഗിൾ ടു പ്ലേ 3 games a week. അവിടെ അവര് ചിലപ്പം ഇതിലേക്ക് വരികയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് വേറെ 2 ടീമിനെ കുറിച്ചും പറയാം. റോബിയുടെ കേസ് പറയുകയാണെങ്കിൽ ശരിക്കും വേൾഡ് കപ്പിലുള്ള ആ എക്സ്പീരിയൻസ് അയാളെ നല്ലോണം മീൻസ് മെന്റലി അയാൾ ഇത്തിരി കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടി കോൺഫിഡന്റ് പ്ലെയർ ആയിട്ട് വരുന്നുണ്ടാവും പ്രീമിയർ ലീഗിൽ. അത് എനിക്ക് നല്ലൊരു പ്രതീക്ഷയാണ്. യങ് പ്ലെയർ ആണ്, വേൾഡ് കപ്പില് ഗോൾ അടിച്ചു, ഒരു ഗോളല്ല അവിടെ കുറച്ച് ഗോൾ അടിച്ചു. സോ ഹി വിൽ ബി കോൺഫിഡന്റ്. പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത്തിരി കൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് വരും. സോ ഇറ്റ്സ് എ പോസിറ്റീവ് സൈൻ. സോ ഞാനൊരു ഇപ്പം ഓരോരോ ടീമായി പോവാണ്ട് ഞാനൊരു ബൊക്കെ ഓഫ് എന്റെ ഒരു ഇത് പറയാം. ഐ തിങ്ക് ക്രിസ്റ്റൽ പാലസ്, ബ്രെന്റ്ഫോർഡ് ആൻഡ്
ഒരു ടീമും കൂടി ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാം. ക്രിസ്റ്റൽ പാലസ്, ബ്രൻഫോർഡ് ആൻഡ് ഫുൾഹം. ഐ തിങ്ക് ഈ 3 ടീമുകൾ ഞാൻ നോട്ടിംഗം ഫോറസ്റ്റ് ഞാൻ പറയുന്നില്ല. ക്രിസ്റ്റൽ പാലസ്, ഫുൾഹം ആൻഡ് ബ്രൻഫോർഡ് എനിക്ക് ഈ റെലഗേഷൻ ബാറ്റിൽ ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി ക്രിസ്റ്റൽ പാലസ് ഗ്ലാസറിനെ പോലെ ഒരു മാനേജർ. ഐ നോ പിയർ സേജ് വൺ ഓഫ് ദ മോസ്റ്റ് സോർട്ടഡ് ഓഫ് മാനേജേഴ്സ് ഇൻ യൂറോപ്പ്. പക്ഷേ ഐ തിങ്ക് ദേ വിൽ സ്ട്രഗിൾ ദിസ് സീസൺ. പിന്നെ സ്വരൂപിന്റെ പ്രഡിക്ഷൻ സെക്കൻഡ് എത്തുന്ന ബ്രെൻഫോർഡ് ഞാൻ റെലഗേഷനിലേക്ക് ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്താണ്, വാട്ട് യു തിങ്ക്? എന്നോടാണോ? അല്ല, ഇതിന്റെ ലാസ്റ്റ് വരാം. ഞാൻ പറയുന്നത്, ഞാൻ എന്റെ കണക്കില് ബ്രെൻഫോർഡ് അവർക്ക് നല്ലൊരു സ്ട്രൈക്കർ ഉണ്ട്. തിയാഗോ ഒരു കീ പ്ലെയർ ആണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അത്രയധികം ഗോളുകൾ അടിച്ച പ്ലെയർ ആണ്. അതല്ല, അവര് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് അവർക്കുണ്ട്. അവർക്ക് ഏത് രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ടീമുണ്ട്. മാത്രമല്ല ആ മാനേജറും ആ സ്റ്റൈൽ അവര് കണ്ടിന്യൂസ് കളിച്ചു വരുന്നതാണ്. അവര് ടോപ്പ് ഓഫ് ദി ടേബിൾ, ഞാൻ നയൻത്ത് എത്തുന്നതാണ് എന്റെ പ്രതീക്ഷ. അവര് റെലിഗേഷൻ ബാറ്റിലേക്കൊന്നും പോവില്ല. അവർക്ക് ഇങ്ങനെയുള്ള ചില ടീമുകൾക്ക് എതിരെ അവർക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു ടീം അവർക്കുണ്ട്. അതിനുള്ള നല്ല സ്കോഡ് അവർക്ക് ഉണ്ട്. അതിനുള്ളത് എനിക്ക് അങ്ങനെയാ ഫീൽ ചെയ്യണത്. ബ്രെൻഫോർഡ് എന്തായാലും അത് പോയില്ല. പിന്നെ ക്രിസ്റ്റൽ പാലസ്, ഓഫ് കോഴ്സ് ക്രിസ്റ്റൽ പാലസ് വളരെ വീക്ക് ആയിട്ടുണ്ട് അവരുടെ ടീം. അതായത് അവരുടെ നല്ല കുറെ പ്ലേയേഴ്സ് പോയി, അവര് മാനേജർ പോയി, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ഉണ്ടെന്ന് സംശയം. കാരണം ഗ്ലാസ്നർ ആ ടീമിൽ നിന്ന് കുറച്ചുകൂടി മോശം ടീമിലേക്ക് പോയിരുന്നു. അപ്പൊ അത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ മറ്റേറ്റ അവിടേക്ക് ഉള്ളത് ആണ് അവർക്കൊരു പക്ഷെ മറ്റേറ്റ പോകുന്നത് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ക്രിസ്റ്റൽ പാലസ് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് ഫുള്ളാമിന്റെ കാര്യം. ഫുള്ളാമിന്റെ ഞാൻ നേരത്തെ കുറച്ച് പറഞ്ഞു ഡീറ്റെയിൽ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ 3 ടീമുകൾ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബ്രെൻഫോർഡിന്റെ കാര്യം മാത്രം. പക്ഷെ ക്രിസ്റ്റൽ പാലസും ഫുള്ളാമോ ഞാൻ അവരെ ഒരു റെലഗേഷൻ ഫൈറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അവർക്ക് കൊടുത്ത പ്ലേസും കൂടി പറയാം. ക്രിസ്റ്റൽ പാലസ് 16th ആണ് ഞാൻ കണക്കാക്കിയത്. ഫുള്ളാം റെലഗേറ്റ് ആവുന്നതാണ് ഞാൻ കണക്കാക്കുന്നത് 18. അവരെന്താ പറയുന്നത്? ബ്രെൻഫോർഡ് ആ പരിസര ഭാഗത്ത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഐ പുട്ട് ദം അറൌണ്ട് 11-12. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ അവര് ആ ടീം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് ആരും പുറത്ത് പോയിട്ടില്ല. ഹെൻഡർസൺ പോയിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് വേറെ ആരും പോയിട്ടില്ല. ആൻഡ് ദേ ഹാവ് സൈൻഡ് പ്ലേയേഴ്സ്. ഇപ്പം ഹെൻഡോ പോയിട്ട് സംഗാരെ വരുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അപ്ഗ്രേഡ് ആ ടീമിന്. അപ്പോൾ അവരെ കോർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അവർക്ക് യൂറോപ്പ് ഇല്ല. വി ഹാവ് അറൌണ്ട് 9 ടീമിനെങ്ങാനും 8-9 ടീമിനെങ്ങാനും PL യൂറോപ്യൻ കോമ്പറ്റീഷൻ കളിക്കാനുണ്ട് ഇപ്രാവശ്യം. അപ്പൊ ബ്രെൻഫോർഡിന് അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ആഴ്ചയിൽ 1 കളിച്ചാൽ മതി. ബാക്കിയുള്ളവരും 2-3 കളി കളിക്കുന്ന സമയത്ത് ഇവർക്ക് 2 കളി കളിച്ചാൽ മതി. സോ ആ ഒരു ഗ്യാപ്പും കിട്ടും ഇവർക്ക്. എന്താ പറയുക, ടീമിൽ നിന്ന് അധികം പോയിട്ടുമില്ല. ആൻഡ് ദേ ഹാവ് ആഡഡ് 3-4 പീപ്പിൾ. ആന്റണി വന്നിട്ടുണ്ട്, കാലം വിൽസൺ ആസ് എ ബാക്കപ്പ് ഫോർ തിയാഗോ, സംഗാരെ വന്നിട്ടുണ്ട്, വേറെ ഒരു പ്ലെയറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. സോ ദേ ഹാവ് സ്ട്രെങ്തൻഡ് വൈൽ കീപ്പിംഗ് ദ സിസ്റ്റം സെയിം. സോ അവർക്ക് 6 റൺ കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ദേ പ്രോബ്ലി വിൽ സ്റ്റേ ഇൻ മിഡ്ഫീൽഡ്. ക്രിസ്റ്റൽ പാലസ്, യെസ്, അവർക്ക് പോയിട്ടുണ്ട് പ്ലേയേഴ്സ്. അധികം പോയിട്ടില്ല. പക്ഷെ പുതിയൊരു മാനേജർ വന്നിപ്പോ ഇസ്മായില സാർ പോകുമെന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് വീണ്ടും വീക്കെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് റൈറ്റ് ബാക്ക് അവർ വന്നില്ലേ പുതിയ ഒരാള് വന്നിട്ടുണ്ട്. ബട്ട് ആ MLS നിന്നാണ്. അതും ഒരു അത്ര 10 ഗോളൊക്കെ MLS ലുണ്ട്. അതെ. പിന്നെ ടോമിയാസ് വന്നിട്ടുണ്ട്. ടോമിയാസിന് ഫിറ്റ്നസ് ഒരു പ്രശ്നമാണ്. ഫിറ്റ്നസ് ഒരു ഇഷ്യൂ ആണ്. സാവിയർ ഗോസോ ആയിരിക്കും അല്ലെ റിയൽ സോൾട്ട് ലേക്ക് എന്ന് വന്നത്. പിന്നെ ഗുസാന്റെ ലോണിൽ വന്നിട്ടുണ്ട് ആസ്റ്റൺ വില്ലയിൽ. ഓസ്കാർ മിഗ്വെസ അവരെ സ്റ്റാർ പ്ലെയർ ആണെങ്കിൽ പോയിട്ടുണ്ട്. ലെക്കറോക്സ് പോയി,
അപ്പം ആ ഒരു മൊത്തത്തിൽ എവിടൊക്കെയോ ഒരു വശപശുണ്ട്. ഇവർ മൂന്ന് കളി കളിക്കേണ്ട ഒരു ഗതിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവിടെ എവിടെയും കാലിടാൻ ചാൻസ് ഉണ്ട്. സോ അറൗണ്ട് 15-16, അതായത് സണ്ടർലാൻഡ് 14, ന്യൂ കാസിൽ ഇല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസ് 15-16 ആ റേഞ്ചിലുണ്ടാവും. ഓക്കെ സ്വരൂപ. യാ ഞാൻ ഫുൾഹാമിന്റെ കേസ് പറയാം ഫസ്റ്റ്. ഫുൾഹാമിന്റെ കേസ് ഈ പറഞ്ഞ പോലെ അവരുടെ സ്ക്വാഡ് ഒന്ന് മീൻസ് ചെറുതായി വരണ പോലെ തോന്നുന്നുണ്ട്. ബട്ട് അവര് നല്ലൊരു സ്ട്രൈക്കറെ സൈൻ ചെയ്തു. ഹീസ് ന്യൂ ടു പ്രീമിയർ ലീഗ്. അതേപോലെ എക്സ്പീരിയൻസ് എത്ര ഉണ്ടെന്ന് അറിയില്ല അവരുടെ കേസിൽ ആസ് എ മാനേജർ, ആസ് എ കോച്ച്. സോ അവര് സ്റ്റിൽ 14th ആണ് ഞാൻ ഇട്ടേക്കണേ ഫുൾഹാമിനെ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടും. ഫുൾഹാം അവർക്ക് ചില പ്ലേയേഴ്സ് അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസൺ. സോ അവര് ഇംപ്രൂവ് ചെയ്യാനും ഒരു മീൻസ് എസ്പെഷ്യലി റോബിൻസൺ ലാസ്റ്റ് സീസൺ ഇഞ്ചുറിയിൽ നിന്ന് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്തിരി മോശം പെർഫോമൻസ് ആയിരുന്നു. വേൾഡ് കപ്പിലായാലും അയാള് ഫുൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ അയാൾ ഇംപ്രൂവ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഫുൾഹാം 14th. പിന്നെ ക്രിസ്റ്റൽ പാലസിന്റെ കേസ് പറഞ്ഞത് അത് ഞാൻ 100% യോജിക്കുന്നു. ന്യൂകാസിൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടാൽ ക്രിസ്റ്റൽ പാലസ് ആവും ഏറ്റവും ചാൻസ് ഉള്ളത്. സോ ഞാൻ അവരെ 17th ആണ് ഇട്ടേക്കുന്നത് ഈ പറഞ്ഞ എല്ലാ റീസൺസും. ഈ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഇത്തിരി പ്രോഗ്രസീവ്, മീൻസ് ഒന്നെങ്കിൽ യങ് വിത്ത് പ്രോമിസിങ് പ്ലെയർ ആയിട്ട് അങ്ങനെയുള്ള സൈനിങ്സ് നടത്തുകയാണെങ്കിൽ സ്ക്വാഡ് ഇത്ര വീക്കായി, മീൻസ് ഓരോ പൊസിഷനും എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഗേഹിനെ കഴിഞ്ഞ സീസണിൽ കൊടുത്തു, മീൻസ് ലീഡേഴ്സിനെ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ റീപ്ലേസ്മെന്റ്സ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റേ അപ്പ്. അപ്പോ 17th പോകും. അവര് ചിലപ്പോ റിലേഗേറ്റ് ആവാനും ചാൻസ് ഉണ്ട്, അതിന് നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഏത് ടീമാ? ബ്രെൻഫോർഡിന്റെ കേസ് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ നമ്മള് കഴിഞ്ഞ എപ്പിസോഡില്. സുദീപിന് എന്തോ നെറ്റ് കണക്ഷൻ എന്തോ. എസ്പെഷ്യലി തിയാഗോന്റെ കേസ് പറഞ്ഞത് വേൾഡ് കപ്പില് ആൻസലോട്ടിയുടെ അണ്ടറില് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് പലർക്കും, ബ്രസീലിയൻ ഫാൻസിനും എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. അർജന്റീന ഫാൻസിന് കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. പക്ഷെ ലീഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ ഉണ്ടെങ്കിൽ ക്രോസ് ഇടാൻ പറ്റിയ പിള്ളേരും ഉണ്ട്. ത്രോ എറിഞ്ഞ് വരെ ഹെഡ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കാൻ വരെ ആൾക്കാരുണ്ട്. സോ അവൻ സ്കോർ ചെയ്യും. ആ മാനേജർ അതിനു വേണ്ടിട്ട് തന്നെയാണ് സെറ്റ് പീസ് കോച്ചാണ്. സോ അവര് അവരുടെ ഫോം അങ്ങനെ തന്നെ, മീൻസ് അവര് മുകളിലേക്ക് പോകുള്ളൂ. അവര് സൈൻ ചെയ്തേക്കണൊക്കെ ഇത്തിരി കൂടി പണ്ടത്തെ പോലെ അല്ല അവരിപ്പോ. പണ്ട് അവര് സൈൻ ചെയ്തിരുന്ന ഇത്തിരി കൂടിയും കാശും ഇത്തിരി ലോവർ ഇതായിട്ടുള്ള ഭയങ്കര അങ്ങനെയുള്ള മണിബോൾ പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാ, നേരെ എടുക്കാണ്, നല്ല സ്റ്റാർസിനെ നോക്കിയാണ് എടുക്കണത്. ഇപ്പൊ ടോപ്പ് ടീംസ് എടുക്കേണ്ട പ്ലേയേഴ്സിനാണ് എടുത്തോണ്ട് പോണേ, അതാണ്. സോ യെസ്, സോ ടൈം ഫോർ ടു പുട്ട് യു ഗൈസ് ഓൺ ദി സ്പോട്ട്. സുദീപ്, 3 റെലഗേഷൻ ടീം ഓൾറെഡി പറഞ്ഞു. സുദീപ് പറഞ്ഞിട്ടല്ലേ? ഞാൻ പറഞ്ഞില്ല. റെലഗേഷൻ ഹൾ സിറ്റി, കോവൻട്രി, ഫുൾഹാം. ഓബിൻ 3 പ്രൊമോട്ടഡ് ടീംസ് ആയിരിക്കും ഇവൻച്വലി. സോ ഹൾ സിറ്റി, ഇപ്സ്വിച്ച്, കോവൻട്രി. സ്വരൂപ് പറഞ്ഞു. ന്യൂകാസിൽ, ഇപ്സ്വിച്ച്, ഹൾ. കോവൻട്രി 16th ഫിനിഷ് ചെയ്യും. ലാംപാർഡ് ഈസ് സ്റ്റേയിങ്. I think it is going to be Hull City, Ipswich and Leeds. I think Leeds will drop off. Leeds 10th ഫിനിഷ് എന്റെ കണക്ക്. 10th എനിക്ക് ഫോറസ്റ്റും പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് ഫോറസ്റ്റ് ഗ്ലാസ്നറിനെ എത്രത്തോളം ആസ് എ ലിവർപൂൾ ഫാൻ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും എനിക്ക് ഗ്ലാസ്നറിന് പണി അറിയാം. അതുകൊണ്ട്
ഞാൻ റാസ്നറിനെ. പക്ഷെ അയാൾക്ക് ഫുൾ സീസൺ പണിയെടുക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. സോ ലീഡ്സ് എന്റെയിലും 10th ആണ്. ഞാൻ ഒറ്റ കാര്യം കൂടി അറിയാം. ഈ സ്വിച്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് സണ്ടർലാൻഡ് ചെയ്ത പണിയാണ് ഇത്തവണ ചെയ്തേക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ഒരു ടീം, ഇതിന് പറ്റിയ ഫിസിക്കാലിറ്റിക്ക് പറ്റിയ പ്രസിംഗ് സിസ്റ്റത്തിനൊക്കെ പറ്റിയ ഒരു ടീമിനെ അവരങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തേക്കുക. അപ്പൊ അത് സണ്ടർലാൻഡിന് സക്സസ് ആയി, ഇവർക്കും സക്സസ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവർ നോക്കണം. പക്ഷെ അതിനുള്ള പ്ലേയേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ്. ബ്രൈറ്റന്റെ കേസ് നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തായിരുന്നോ? ഞാൻ പ്രോപ്പർ മിഡ് ടേബിൾ എന്റെ ടീംസ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഓക്കെ, സോ ടൈം ഫോർ ഒരുപാട് ന്യൂ സൈനിങ്സ് ഉണ്ട് ഈ സീസൺ. ഞാൻ പുറത്തുനിന്ന് ഉള്ളോട്ട് വരുന്ന സൈനിങ്സ് മാത്രമേ കൂട്ടുന്നുള്ളൂ, ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സ് കൂട്ടുന്നില്ല. പ്രീമിയർ ലീഗിലേക്ക് വന്ന പുതിയ സൈനിങ്സിൽ നിങ്ങൾ ഈ സീസൺ ഉറ്റുനോക്കുന്ന സൈനിങ്സ് ഏതാണ്? ആരാ സ്റ്റാർട്ട് ചെയ്യണേ? ഒന്ന് ഓഫ്കോഴ്സ് ഞാൻ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓരോ ടീമായിട്ട് പോകും. ആഴ്സണൽ എടുത്തു കഴിഞ്ഞാൽ ആഴ്സണലിലെ സോളിസിന്റെ പെർഫോമൻസ് അത് നോക്കുന്നുണ്ട്. പിന്നെ ആസ്റ്റൻ വില്ലയിലെ മൻസാമി വേൾഡ് കപ്പിലെ പെർഫോമൻസ് ഒക്കെ നമ്മളെ ത്രില്ലടിപ്പിച്ചതാണ്. അപ്പൊ മൻസാമി എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് വെച്ച് നോക്കാം. അതുപോലെ തന്നെ സുസുക്കി ജാപ്പനീസ് ഗോൾ കീപ്പർ കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു വേൾഡ് കപ്പില്. അപ്പൊ സുസുക്കി എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കുകയാണ്. പിന്നെ ബാർക്കോള വന്നിട്ടില്ല. പിന്നെ ബ്രൈറ്റന്റെ അത് ആദ്യം കളി കളിച്ചിട്ടില്ല. വുസ്കോവിച്ചിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. സ്പേഴ്സിന് അങ്ങനെ കളിക്കാത്ത കാരണം വുസ്കോവിച്ചിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുന്നുണ്ട്. പിന്നെ ചെൽസിയില് എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റിയ പ്ലേയേഴ്സ് എനിക്ക് ഉണ്ടെന്ന് തോന്നിയില്ല. അതൊക്കെ നമ്മുടെ പ്രീമിയർ ലീഗ് പ്ലേയേഴ്സ് തന്നെയായിരുന്നു. കോവൻട്രിയില് നോ, ക്രിസ്റ്റൽ പാലസ് നോ, എവേർട്ടൺ നോ, ഫുള്ളാമില് ഗൊൺസാലോ ഗാർഷിയ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കണം എന്നുള്ളത് എനിക്ക് അറിയില്ല, എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയില്ല, നോക്കണം. ഹൽ സിറ്റി നോ നത്തിങ്. ഇപ്സ്വിച്ചില് ഡെയ്സൺ മയേഡ എങ്ങനെ കളിക്കുന്നുള്ളത് ഞാൻ വളരെ നോക്കുന്ന ഒരു പ്ലെയറാണ് മയേഡ. പിന്നെ എൻസിസോ വേൾഡ് കപ്പിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുണ്ട്, പക്ഷെ കുറെ കൂടി എങ്ങായിരുന്നു. വേൾഡ് കപ്പിൽ കുറെ കൂടിയൊക്കെ ഫിസിക്കലായിട്ടൊക്കെ കളിക്കുന്നത് കണ്ടു. ഇപ്പോ എൻസിസെ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കുന്നുണ്ട്. പക്ഷെ ഓഫ്കോഴ്സ് ഉറ്റുനോക്കുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ യാക്വേ തന്നെയാണ്, യെറമി യാക്വേ. ലിവർപൂളിന്റെ സൈനിങ് ആയിട്ട് യെറമി യാക്വയാണ്. അത് തന്നെ അതാണ് പറയാൻ വന്ന പ്ലെയർ എന്നുള്ളത്, യാക്വേ. എനിക്ക് തോന്നുന്നു ജെറമി യാക്വേ ഒബ്വിയസ് ഞാൻ പറയാൻ വന്നത്. രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളത് ഒന്ന് സോളിസ്, ഒബ്വിയസ്ലി സുദീപ് പറഞ്ഞു. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പ്ലെയർ മാർക്കോ പലസ്ട്രോ ആണ് ചെൽസിയിൽ. ഐ സീ ഹിം ഡൂയിങ് റിയലി വെൽ ദിസ് സീസൺ. പുള്ളി ആ ഒരു വിങ് ബാക്ക് പൊസിഷനിലാണ് കളിക്കാൻ പോണത്. അറ്റ്ലാന്റയിൽ കിഡിലം പ്ലെയർ ആയിരുന്നു. സോ പ്രീമിയർ ലീഗിൽ ഐ തിങ്ക് ചാമ്പ്യന്റെ കീഴിൽ പുള്ളിക്ക് ഒരു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സ്വരൂപിന്റെ ആരാണ് ഒരു ടോപ്പ് 3 പറഞ്ഞാൽ മതി. സങ്കരെ, സോളിസ്, പിന്നെ എവർട്ടന്റെ ഹാക്നി. ജെറമി യാക്കെ അത് ലിവർപൂൾ പോഡ്കാസ്റ്റ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാവരും കൂടി ബയാസ് എന്ന് പറയുമായിരിക്കും. അല്ല, ഞാൻ എന്നോട് 3 പ്ലെയറാ പറയാൻ പറഞ്ഞ, അതുകൊണ്ടാണ് ടോപ്പ് 3 എന്നല്ല, എനിക്ക് ഈ പേരുകൾ പറയണായിരുന്നു. പക്ഷെ ഇതിലിപ്പം സങ്കാരയുണ്ട്, സോലിസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഐ സ്റ്റിൽ തിങ്ക് ബ്രേക്ക് ഔട്ട് സ്റ്റാർ എന്നൊക്കെ പറയാൻ പറ്റുള്ളത് ഫുൾഹാമിന്റെ സീസർ പലാസിയസ്, റയൽ മാഡ്രിഡിൽ നിന്ന് വന്നേ. എനിക്ക് ഗോൺസാലോ എത്രത്തോളം കളിക്കുമോ അതിലും കൂടുതൽ ഇവൻ കളിക്കാൻ ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം ഹാരി വിൽസൺ ആയിരുന്നു അവരെ നമ്പർ 10. അപ്പൊ വിൽസൺ പോയടത്തേക്ക് ആർബലോ കൊണ്ടുവരുന്നത് ഇവനെയാണ്. ആൻഡ് ഹി ഫിസിക്കാലിറ്റി പ്രോബബ്ലി നോക്കേണ്ടി വരും, എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള. പക്ഷെ അറിയുന്ന ഒരു മാനേജറും അറിയുന്ന ഒരു സ്ട്രൈക്കറും മുന്നിലുണ്ട്.
അവിടെ അഡാപ്റ്റ് ആവാൻ പെട്ടെന്ന് ലിങ്കപ്പ് പ്ലേ ഒക്കെ നല്ലതാണ്. സോ ഐ തിങ്ക് ഹി വിൽ ഡു ഗ്രേറ്റ്. പിന്നെ മൂന്നാമത്തെ പ്ലെയർ എനിക്ക് താല്പര്യമുള്ള പ്ലെയർ, ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ബി സക്സസ് ഓർ നോട്ട്, ന്യൂകാസിൽ സൈൻ ചെയ്ത സ്റ്റുവർട്ട്. ആരും വിക്ടർ മ്യൂനോസിനെ കുറിച്ച് പറഞ്ഞില്ല അല്ലേ? മ്യൂനിയോസ് കളിക്കോ കളിക്കൂല എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അധികം കളിച്ചില്ലെങ്കിൽ പിന്നെ ബ്രേക്ക് ഔട്ട് സ്റ്റാർ എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അതെ. He will perform anyway. അതിൽ ഡൗട്ട് ഒന്നുമില്ല. എന്നോട് 3 പേര് പറഞ്ഞുള്ളൂ, അതുകൊണ്ടാ ഇനി ഞാൻ മൂന്നുപേര് മാത്രം പറയുകയാണെങ്കിൽ സോലിസ്, യാക്വേ, പിന്നെ നേരത്തെ പറഞ്ഞ മൻസാമ്പി, ഈ 3 പേരുള്ള 3 പേരുകൾ മാത്രം. യെസ്, എന്തായാലും മേഖല എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ടേബിൾ ഇതിനകത്ത് ഈ ഡിസ്കഷന്റെ മെയിൻ ടോപ്പിക് ഐ തിങ്ക് സ്വരൂപ് തിങ്സ് ന്യൂകാസിൽ വിൽ ഗോ ഡൗൺ. അതൊരു വലിയ ന്യൂസ് ആണ്. സുദീപ് തിങ്സ് ഫുൾഹം വിൽ ഗോ ഡൗൺ അല്ലേ? Owen was on the fence. Easy choice ആണ്. Promoted teams will go down. I think ഞാൻ പറഞ്ഞു ഒന്ന് ലീഡ്സ് ഐ തിങ്ക് വിൽ മേ ഗോ ഡൗൺ. ആൻഡ് നോട്ടിംഗം ഫോറസ്റ്റിന്റെ മാനേജർ ഗ്ലാസ്ഡറിന് എത്ര സമയം കൊടുക്കുന്നു എന്നനുസരിച്ച് ആയിരിക്കും നോട്ടിംഗമിന്റെ സീസൺ. ബട്ട് ഓവറോൾ ഐ തിങ്ക് ഫ്രം എ ഡിസ്കഷൻ ഈ തവണ വലിയ സർപ്രൈസസ് റെലഗേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇൻ ടേംസ് ഓഫ് ടോപ്പ് ടീംസ്. അതെ, ബട്ട് ഇൻട്രസ്റ്റിംഗ് പ്രഡിക്ഷൻസ് ഉള്ളത് ശരിക്കും സ്വരൂപാണ്. ന്യൂകാസിൽ ഗോയിങ് ഡൗൺ, ബ്രെൻഫോർഡ് ഫിനിഷിംഗ് സെക്കൻഡ്. എന്തായാലും ഇതൊക്കെ നടന്നു കഴിഞ്ഞാൽ സ്വരൂപ് കിടിലം എന്താണ് പ്രഡിക്ടറായിട്ട് നമ്മൾ പ്രഖ്യാപിക്കേണ്ടി വരും. ഈ സീസണിൽ വേറൊരു പ്രത്യേകത എന്നല്ല പറയുന്നത്, പ്രീമിയർ ലീഗിൽ നിന്ന് ഒരുപാട് നല്ല പ്ലേയേഴ്സ് ലീഗ് വിട്ടു പോയി എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മളിപ്പം ഇൻകമിങ് ന്യൂ കമ്മേഴ്സ് പറഞ്ഞപ്പോൾ വളരെ ഷോർട്ടായ ഒരു ഇതായിരുന്നു. കാരണം അത്ര പ്ലേയേഴ്സ് വന്നിട്ടുള്ളൂ. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ് ഉള്ളോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നമുക്ക് പറയാനില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ വേർഡ്സ് ഉണ്ടായിരുന്നു, ചെർക്കി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ഒരുപാട് സ്റ്റാർസ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസൺ ഇഫ് ഐ എം നോട്ട് റോങ്. ഈ സീസണിൽ കുറച്ച് കുറവാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് അതെ ബാർക്കോള ഡീലാണെങ്കിലും നമ്മുടെ ആസ്നൽ ആൽവറേസിനെ കൊണ്ടുവരുമോ, ഈൽഡിസിനെ കൊണ്ടുവരുമോ, നമ്മുടെ സിറ്റി ഇപ്പം ഒരു 100 million പ്ലെയർ ഫ്രം ബ്രസീൽ ട്രൈങ്. പേര് ഒരു പേര് ഞാൻ വിട്ടുപോയി. അതെ 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 22 year old വന്നു കഴിഞ്ഞാൽ കാണാം. സോ അങ്ങനെ ഉണ്ട്. അതേസമയം നമ്മൾ ലീഗിൽ നിന്ന് പോയ പ്ലേയേഴ്സ് ആണ് ആന്റണി ഗോർഡൻ, സമ്മർവിൽ, റെയിൻഡേഴ്സ്, റോഡ്രി, ബെർണാഡോ സിൽവ, യെസ്, മാർക്ക് കുക്കുറയ, ഗോർഡൻ പറഞ്ഞു. അതെ, സോ ഒരുപാട് വലിയ വലിയ പ്ലേയേഴ്സ് ലീഗിൽ നിന്ന്. ഇബ്രാഹിമ കൊണാട്ടെ, ഏതാ വലിയ പ്ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ക്രിസ്ത്യൻ റൊമേറോ, അങ്ങനെ ഒരുപാട് വലിയ പ്ലേയേഴ്സ്. കോളോ മുവാനി, ഒരുപാട് പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. JD സ്പെൻസ് പോയി, ചലോബ പോയി, റിലീസ് ചെയ്തു. അതെ, കുക്കുരയ ഞാൻ പറഞ്ഞു. സോ ഒരുപാട് ഡിപ്പാർച്ചേഴ്സും ഉണ്ടായി. സോ ബേസിക്കലി ലീഗ് ഇസ് വീക്കർ ദിസ് സീസൺ എന്ന് വേണം പറയാൻ. എനിവേ വി വിൽ സീ ദാറ്റ്. എനിക്ക് തോന്നുന്നു സ്വരൂപ് പറയുന്നുണ്ട് നമ്മൾ ന്യൂ കമ്മേഴ്സിനെ കുറിച്ച് അധികം പറഞ്ഞില്ല. ഐ തിങ്ക് വി വിൽ ഡു എൻ എപ്പിസോഡ് വൺസ് ദ ട്രാൻസ്ഫർ വിൻഡോ ഇസ് ഓവർ. കാരണം അതിലെ കാര്യമുള്ളൂ. നമ്മൾ ഹാഫ് ബേക്ഡ് ആയിട്ട് പറഞ്ഞ കാര്യമില്ല. എന്താണെങ്കിലും സിറ്റി ഒരു 300 million ചെലവാക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് അവരെ സെയിൽസ് പ്രകാരം. ലിവർപൂളിന്റെ കയ്യിൽ ഒരു 200 million കിടപ്പുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും. റാഷ്ഫോർഡും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവും.
Arsenal will definitely sign someone like Alvarez or Yildiz or something. So അതിൽ കുറെ വരാനുണ്ട്. So that will do it on transfer window close ആകുമ്പോൾ. I think episode അല്ല actually, transfer window we are planning to stay live for hours and hours. So we'll probably do it then. Thank you so much. അതെ, പ്രീമിയർ ലീഗ് ഇസ് ഹിയർ എപ്പിസോഡ് സീരീസോടെ തീരുകയാണ്. 3 എപ്പിസോഡ് സീരീസ് ആണ്. നിങ്ങൾ നാളെ രാത്രി തൊട്ട് ലീഗ് കാണാൻ തുടങ്ങുകയാണെങ്കിൽ ഈ 3 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ ലീഗിനെ കുറിച്ചും അതിന്റെ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെയാണ് പുതിയ ആൾക്കാർ, ആരൊക്കെയാണ് ട്രാൻസ്ഫേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടോപ്പ് 4 ആരൊക്കെയാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നാളെ തൊട്ട് FPL കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ FPL ഷോ ലൈവ് ആയിട്ടുണ്ട്. കൈൻഡ്ലി വാച്ച് FPL ഷോ, ജോയിൻ അവർ FPL ലീഗ്. കോഡ് ആ വീഡിയോനകത്ത് കൊടുത്തിട്ടുണ്ട്, ജോയിൻ അവർ ലീഗ്. പിന്നെ ട്രാൻസ്ഫർ വിൻഡോന്റെ അപ്ഡേറ്റ്സ് വി വിൽ ബി ഗിവിംഗ് യു ത്രൂ ഔട്ട് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. ഒരുപാട് റെഡ് അലേർട്സ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഓബിനും ഞാനും എന്താ പറയുക ഊർജ്ജസ്വലരായി രാവും പകലും ഇരുന്ന് അത് നോക്കുന്നുണ്ട്. ടുമോറോ ഓൺവേർഡ്സ് നമ്മുടെ സീസൺ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്തവണ തൊട്ട്, കഴിഞ്ഞ സീസൺ ഞങ്ങൾ ഒരു പ്രിവ്യൂവും റിവ്യൂവും മാത്രമായിരുന്നു. പക്ഷെ ഇത്തവണ തൊട്ട് ഞങ്ങൾ കുറേയധികം പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. Fridays we'll have the preview. Saturday after the first batch of games 9:30 p.m. we'll have a Saturday Night Live, and on Sunday after first batch of games we'll have a Sunday game night, and then Monday we'll have a review show. Monday morning Sudeep will come with the football news show with all the results across Europe and special news and injury updates from Europe. അപ്പോൾ Monday morning അത് ലൈവ് ആവും. ആൻഡ് ഈ ഒരു ഫസ്റ്റ് ഫ്യൂ വീക്സ് മിഡ് വീക്ക് മാച്ചസ് ഇല്ല. അതുകൊണ്ട് മിഡ് വീക്കിൽ we will be having the other side. we'll expecting a Chelsea fan to join us about their club. So സ്വരൂപൻ എന്തോ പറയാനുണ്ട് സ്വരൂപേ? ആസ്റ്റൺ വില്ല മറ്റേ എന്തോ സദാംപ്ടന്റെ സെൻട്രൽ ബാക്കോ അല്ല, അതല്ല, ഇത് റെക്കോർഡിംഗ് ഷോ അല്ലേ? ഓക്കേ, yeah. So thank you so much for joining, and we'll see you soon. Bye. നന്ദി, നമസ്കാരം.